ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്പോൺസർ ചെയ്ത ബ്രാൻഡ്, അതും കോവിഡ് സമയത്ത് ഈ ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേൾക്കാത്തുണ്ടാവില്ല. ആൻഡ് ദാറ്റ് ടു ഫ്രം കേരള. ഇവർ മാസ്കും സാനിറ്റൈസറും അങ്ങനെ രീതിയിൽ തുടങ്ങിയിട്ട് ദേ ഹാവ് ലൈക്ക് മോർ ദാൻ ഐ തിങ്ക് തൗസൻഡ്സ് ഓഫ് SKU ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറായിട്ട് രാഹുൽ മാമനാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. രാഹുൽ മാമൻ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ് ത്രൂ ക്യാൻ ആൻഡ് ഏഞ്ചൽ ഇൻവെസ്റ്റ്. ഈവൻ മനോരമേൻ്റെ ഒരു പ്രോഗ്രാം, മനോരമ എലിവേറ്റിലൊരു ജഡ്ജും കൂടിയാണ്. സോ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഹിസ് ജേർണി, ഒപ്പം തന്നെ ഇസ് എക്സ്പാൻഷൻ ഇൻ ടു ഓഫ്ലൈൻ FMCG, അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ സോഫ്റ്റ്വെയറും ടെക്നിക്കൽ സംഭവവും, ഒപ്പം തന്നെ ടോക്കിംഗ് അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അവിടെ ഐ തിങ്ക് വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്, ഈവൻ ബീറ്റ് ഫ്രം ഫൗണ്ടേഴ്സ് സൈഡ് ആൻഡ് ഡ്യൂ ഡിലിജൻസ്, പലതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും ഡീപ്പായിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ പോകാം. ആൻഡ് വെൽക്കം രാഹുൽ മാമൻ ടു KPH പോഡ്കാസ്റ്റ്. Good thing about Kerala Blasters is it's got a great fan following. Yeah. Bad thing is they have not been able to monetize it well. So that is a problem that they have. നമുക്ക് കാണുന്ന വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഷാർക്കൊന്നും ആവാൻ പറ്റത്തില്ല. പറയുന്ന പോലെയല്ല, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷവും ഭയങ്കര എമ്പത്തി വരും. ബിക്കോസ് വി നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. പല പ്രാവശ്യം ഫാമിലീസ് ആയിരിക്കും വരുന്നത്, പലവർക്കും അങ്ങനെ കഥ പറയാൻ വേണ്ടി പറയുന്ന കഥയൊന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാവരും പറയുന്നതിൻ്റെ നമുക്കറിയാം. സങ്കടം എന്ന് വെച്ചാൽ ഇങ്ങനെ ദർ ഇസ് നോ ഇമോഷണൽ പാർട്ട് ടു ഇറ്റ്, ജസ്റ്റ് യു ഫീൽ ഫോർ ദം. ആ ഫീൽ നമുക്ക് പലപ്പോഴും വരും. ഓ വെയിറ്റ്, വൺ തിങ് വി ഫോർഗോട്ട് ടു ആസ്ക്. അവിടെ ഒരു ബെൻസ് കിടക്കുന്നുണ്ടല്ലോ. സോ യു ആർ എ ലക്ഷറി കാർ ഓണർ. സോ വാട്ട് അതർ കാർസ് യു ഹാവ്, ലൈക്ക് ഫെറാറി, പോർഷെ, വേറെ അതൊക്കെ ഉണ്ട്. Where do you spend the codical amount, like, you know? I don't have so much money. Where do you spend, like, I mean, apart from car അല്ലാണ്ട് വേറെ എന്തെങ്കിലും you spend on your... I like to spend on the business, so I don't spend too much personally. I don't wear branded stuff. And I think the Kerala crowd is very non-bullshitty crowd. non-bullshitty and very critical crowd. So you can't, even if you do everything right, there'll be like 5 people who will still say a lot of things. So that's difficult. But then you have to get used to that. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ആസ് എ ജഡ്ജിൽ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എന്തെങ്കിലും ഒരു മാത്ത് പറയുമ്പോൾ യു കൈൻഡ് ഓഫ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് യു വിൽ കം ഔട്ട് ഫാസ്റ്റ്. ഈവൻ ആരൊക്കെയോ ഫോൺ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യു കുഡ് കം ഔട്ട് ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു ഐ തിങ്ക് യു ഹാവ് ഹൈ IQ. ഹാവ് യു എവർ ടെസ്റ്റഡ് യുവർ IQ? എടാ കള്ള. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8ഓളം കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million of റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ ഇങ്ങനെ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ്, നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും അറിഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഇസ് നൗ. യു ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാരണ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച്, പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച്, പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ and grow your product. KPH Hackathon. Right. Thank you, Felix, for having me. Yes. Happy to be here. രാഹുൽ മാമനെ പറ്റി ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് വാട്ട് ഇംപ്രസ് മീ ദ മോസ്റ്റ് വാസ് IIM ഗ്രാജുവേറ്റ്. ആ ഒരു ജേർണി എങ്ങനെ എവിടെ എത്തിയത്? അത് ഞാൻ 2005-07 ആണ് ബാച്ച്. അപ്പം 2004 കാറ്റ എഴുതിയ. അപ്പോൾ അത് എഴുതിയത് കോഴിക്കോടാണ്. 2003 എൻഡ് തൊട്ട് 4 വരെ ആ 10-11 മാസം കുറേ IMS എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ടൈമിലും എല്ലായിടത്തും മോക്കാറ്റ് എഴുതാൻ പോയെങ്കിൽ IMSലാണ് നമ്മൾ പഠിച്ചത്. സോമലത മാഡവും അവിടുത്തെ ബിജു സാർ, അങ്ങനെ കുറേ സാർ മാഡംമാരും പഠിപ്പിച്ചിട്ടാണ് നമ്മളൊരു ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. പക്ഷെ ജെന്യുവൻലി ചെറുപ്പം തൊട്ടേ റീഡിങ് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു കോമ്പണൻ്റ് ആണല്ലോ. DI, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും മാത്സിലും DIയിലാണ് കുറേ കൂടെ ചെയ്യാനുണ്ടായിരുന്നത്. DIയും കുറേ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും കുഴപ്പമില്ലായിരുന്നു.
മാത്സ് ഞാൻ അത്ര ഞാൻ 10th കഴിഞ്ഞിട്ട് 11th 12th മാത്സ് എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ട് മാത്സ് അല്ലല്ലോ, ഞാനൊരു ബികോം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് ഇച്ചിരി പാടായിരുന്നു ആദ്യം. പക്ഷേ ഐറോണിക്കലി പരീക്ഷ എഴുതിയപ്പം കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്സിനാണ്. അത് കുറച്ച് ലക്കിൻ്റെ ആയിരിക്കാം. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ വുഡ് സ്റ്റിൽ സേ ആ 2 വർഷം ഹാസ് ബീൻ ദ ബെസ്റ്റ് 2 years ഓഫ് മൈ ലൈഫ്. അതായത് ബികോം കഴിഞ്ഞ് നേരിട്ട് തന്നെ IIM പോയി. അപ്പോൾ എത്ര റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പെർസെൻറ്റൈൽ 99.87. അതൊരു നല്ല പെർസെൻറ്റൈലാണ്. ഒരു ടോപ്പ് 100 സംതിങ് റാങ്കിൽ വരുന്നതാണ്. 190 180 ആയിരുന്നു അന്ന്. കാറ്റ് എഴുതുന്നതനുസരിച്ചിരിക്കുമല്ലോ, പെർസെൻറ്റൈലാണല്ലോ. അപ്പം ദാറ്റ് വാസ് എ ഗുഡ് നമ്പർ ഐ തിങ്ക്. ആൻഡ് നമ്മൾ ഇവിടെ ഇതെന്താ പറയുക, ഇൻ്റർവ്യൂവും GD നമുക്ക് ഓരോ സ്ഥലം സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എല്ലാം വേണമെങ്കിലും ചെയ്യായിരുന്നു, എല്ലാ IIM. പക്ഷേ ഞാൻ മാക്സിമം നോക്കിയിട്ട് കോഴിക്കോട്, ബാംഗ്ലൂർ. ഇപ്പോൾ എല്ലാ ക്യാമ്പസും ഒന്ന് കാണാമല്ലോ. നമുക്ക് 20 വയസ്സാകുമ്പോൾ അറിയില്ല ഇത് കിട്ടുമില്ല എന്ന്. നമുക്ക് നോക്കുമ്പോൾ ഇത്രയും പേരിൽ ഒരാൾക്ക് കിട്ടുകയുള്ളൂ, അങ്ങനത്തെ കണക്കൊക്കെ നോക്കുമ്പോൾ ഈ പ്രോബിലിറ്റി നോക്കി ചിലപ്പം കിട്ടില്ല. നമ്മളന്ന് കുറേ പ്രോബിലിറ്റി ഒക്കെ നോക്കി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് എല്ലാ ക്യാമ്പസിലും പോയി. അപ്പോൾ അഹമ്മദാബാദിലാണ് ഞാൻ പോയത്. അപ്പോൾ അഹമ്മദാബാദിൽ പോയപ്പം ഞങ്ങളുടെ GD ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ 7 പേരാണ് വന്നത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ 7 പേര് വരുന്നതിൻ്റെ അത് 2 പേരെ സെലക്ട് ആവുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാം ഈ നമ്പേഴ്സ് പ്രോബിലിറ്റി റേഷ്യോസ് നോക്കുകയാണല്ലോ. പക്ഷേ ആ 7 പേരിൽ 6 പേര് സെലക്ട് ആയി. അത് നമ്മൾ പിന്നെ കോളേജിൽ ചെല്ലുമ്പോഴാണല്ലോ അറിയുന്നല്ലോ, നമുക്ക് ഇവരാരും പരിചയമില്ലല്ലോ. അപ്പം ആ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സംതിങ്സ് മൈ നോട്ട് ലുക്ക് പോസിബിൾ, ബട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ഇതായിരുന്നു. പണ്ട് തൊട്ട് IIM കിട്ടണ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു അങ്ങനത്തെ ഒരു ദാറ്റ് സീഡ് സ്പാർക്ക് ഇൻ യുവർ ഹെഡ്? കാരണം ആരും അങ്ങനെ IIM ഒന്നും എയിമേ ഇല്ലല്ലോ. വാട്ട് മെയ്ഡ് യു? ഞാൻ പറഞ്ഞ അങ്ങനെ എയിം ഇല്ലായിരുന്നു, അങ്ങനെ തുടങ്ങിയതല്ല ചെറുപ്പം തൊട്ടേ. പക്ഷേ എൻ്റെ അപ്പയുടെ ഫാദറിൻ്റെ ബ്രദർ ഒരു IIT IIM ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഡാഡ് അപ്പ ഗോൾഡ് മെഡലിസ്റ്റാണ്. അമ്മ ആൻറ്റി അപ്പയുടെ സിസ്റ്റർ ബാബ ടെക്നിക്കൽ സെൻട്രൽ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ പഠിപ്പ് അതോടെ അമ്മച്ചി DEO ആണ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. അപ്പച്ചൻ സുപ്രീം കോടതി വക്കീൽ. അപ്പോൾ ആ അപ്പയുടെ സൈഡിൽ എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ അത് ഇച്ചിരി ഇതായിരുന്നു. അപ്പം അങ്ങനെ എന്നെ വക്കീലാക്കണം എന്നൊക്കെയായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ ആഗ്രഹം. അങ്ങനെ കുറേ നോക്കിയായിരുന്നു. അപ്പം നമുക്ക് തന്നെ അറിയില്ല, അപ്പയുടെ ആഗ്രഹം ഞാൻ IAS ആവണമെന്നായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഇത് എനിക്കാണെങ്കിൽ കച്ചവടം ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു, MG മെഡിക്കൽ, ഇപ്പോഴും ഉണ്ട്, നല്ലോണം പോകുന്ന MG മെഡിക്കൽസിൻ്റെ കടയുണ്ട്. അപ്പോൾ ആ കടയിലായിരുന്നു നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ ബികോം പഠിക്കുമ്പോഴും. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ലേ. അപ്പം നമ്മൾ ഒരു എക്സാം എഴുതിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് കാറ്റ് ചെയ്തതാണ്. അല്ല നമ്മൾ അതിനുവേണ്ടി കാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു സ്കൂളിൽ വെച്ച് ചിലവരൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഇത് ഉണ്ടായിരുന്നില്ല. ബികോമിൽ സെക്കൻഡ് ഇയർ ആയപ്പം കുറേ പേരൊക്കെ കാറ്റ് എഴുതുന്നുണ്ടായിരുന്നു. നമുക്കും എഴുതാം, ഇവിടെ കിട്ടിയില്ലെങ്കിൽ GMAT എഴുതി പുറത്ത് പോകാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. അപ്പം ടോപ്പ് US കോളേജസൊക്കെ GMAT നല്ല സ്കോർ കിട്ടിയാലും വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എടുക്കില്ല പൊതുവെ. യെസ് ദർ ആർ റെയർ എക്സെപ്ഷൻസ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെയല്ല ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ UK പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്നുള്ളൂ. ചിലപ്പം നമുക്ക് അണ്ടർ ഗ്രാഡ് 2-3 years വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ പോസ്റ്റ് അണ്ടർ ഗ്രാഡ് പോയാൽ നമുക്ക് നല്ലൊരു പോസ്റ്റ് ഗ്രാഡ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു, കുറേ കഷ്ടപ്പെട്ട് കിട്ടി. ഞാൻ ഈ IIMയിലുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും ആക്ച്വലി ആൾക്കാരെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് മേ ബി അവർക്ക് ബാക്ക് ടു ബാക്ക് ഓരോ സബ്മിഷൻസും അസൈൻമെൻറ്റ്സും ഇതൊക്കെ ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പോഷർ ഡിഡ് ഇറ്റ് ഇവൻച്വലി ഹെൽപ്പ് യു ടു മൾട്ടി ടാസ്ക് ഓർ ഈവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മൾട്ടി ടാസ്ക് മേ ബി, ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് us ഹാൻഡിൽ പ്രഷർ ലോട്ട്. ബാച്ച് നമ്മൾ ചിലപ്പോൾ 3 മണി വരെ അന്ന് 2006 അതിന് മുമ്പ് ഉണ്ടായിരുന്നു കാണും. ഞാനുള്ള 2005 2006 ഞങ്ങൾക്ക് 1 മണി 2 മണി വരെ ഡോർ ഡെലിവറി ഫുഡ് കിട്ടും രാത്രി. അപ്പം അങ്ങനത്തെ സിസ്റ്റമാണ്. ഇപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഫ്രാങ്കിയും മാഗിയും എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്താൽ കിട്ടും, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റ് ഫോർ ഹെൽത്ത്. ബട്ട് വാട്ട് ഐം സേയിങ് ഇസ് ആ കൾച്ചർ അവിടെ ഒരു 2 o'clock 3 o'clock കൾച്ചറായിരുന്നു ഉണ്ടായിരുന്നത് ഡെയിലി. എന്നിട്ട് രാവിലെ 8 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് 8:30 8:45 ക്ലാസ്സിലെത്തി, അല്ലെങ്കിൽ 9 മണിക്ക് ക്ലാസ്സിലെത്തൽ. പക്ഷേ ബാച്ച് ടോപ്പർ കറക്റ്റ് 9:00 ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഈ ഉറക്കവും ഉറങ്ങാതെയും പഠിത്തത്തിലും അത്രയും കോറിലേഷൻ ഇല്ലെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ബാച്ചിലുണ്ടെന്നൊരു പയ്യൻ നല്ലോണം പഠിക്കുന്നതിന് 9:00 തന്നെ ഉറങ്ങും. അപ്പോൾ ഈ ഉറക്കവും നമ്മുടെ എഫിഷ്യൻസിയുടെ കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ പിയർ ടു പിയർ ലേണിംഗ് ആണല്ലോ, കുറേ ഡിബേറ്റ്സും കുറേ ഇതൊക്കെ വരും. പക്ഷേ വേറെ അവിടെ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് ഇന്ന് 2:30 എക്സാം ഉണ്ട്. നമുക്കറിയില്ല എന്നാ എക്സാം. അപ്പോൾ ഇന്ന് 2:30 എക്സാം 2:15 പറയുന്നത് നോട്ടീസ് ബോർഡിലുണ്ടാവും, ഇന്ന് എക്സാം ഇപ്പം പോയി പരീക്ഷ എഴുതാൻ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അൺസർട്ടനിറ്റി നമുക്കൊരു സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ പൊതുവെ ബാച്ച് ടോപ്പറോ അവർ യൂണിവേഴ്സിറ്റി ടോപ്പറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ നാട്ടിൽ നിന്ന് IIT കിട്ടിയ വളരെ ചുരുക്കം ആൾക്കാരിൽ ഒന്നായിരിക്കാം പൊതുവെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ഒരു ബെൽ കർവ് ഗ്രേഡിങ്ങാണ്. അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിങ് അതുകൊണ്ട് കുറേ പേർക്കൊക്കെ പല പരീക്ഷയ്ക്കും Dയും കിട്ടും. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് പലവരും ജീവിതത്തിൽ തോക്കുന്നത്. അതും IIMൽ വെച്ചാണ് ആദ്യമായിട്ട് തോക്കുന്നത്.
അപ്പോൾ അങ്ങനെ തോക്കുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനൊക്കെ മാത്സിന് ഒരു പ്രാവശ്യം തോറ്റു, ഡി കിട്ടി ഒരു എക്സാമിന്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഈ പ്ലെയിൻ ഷെഡ്യൂളിംഗ് ലീനിയർ പ്രോഗ്രാം പോലെ ഷെഡ്യൂളിംഗ് പ്രോബ്ലം ആയിരുന്നു. അപ്പം പ്ലെയിൻ നമുക്കാണെങ്കിൽ അധികം പ്ലെയിനിലൊന്നും പോയി ശീലമില്ലല്ലോ, 20 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ പ്ലെയിൻ ഞാൻ ഷെഡ്യൂൾ ചെയ്തപ്പം ടൈം 8 മണിയാണ്, 7:45 എത്തുന്നതാണ് ഒപ്റ്റിമൽ, 7:40 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. പക്ഷേ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, പ്ലെയിൻ ഒരിക്കലും ഷെഡ്യൂൾ ടൈമിന് മുമ്പ് ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ ഇത് അതുകൊണ്ടാണ് ഡി കിട്ടിയത്, അല്ലെങ്കിൽ സി കിട്ടിയാണ്. ഞാൻ പറഞ്ഞത് വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷേ അതുകൂടാതെ എക്സലും എല്ലാം നമുക്ക് പലവർക്കും എല്ലാ എക്സ്പോഷറും ഉണ്ടാവില്ല. IIT നിന്ന് വരുന്നവർക്ക് അക്കൗണ്ടിങ് അറിയുണ്ടാവില്ല. അപ്പം ആ ഇതിൽ പല സബ്ജക്ട്സും ഈ ഷോർട്ട് ടൈമിൽ റീസണബിളി ഗുഡ് സ്കില്ലും സ്ട്രെസ്സും പഠിക്കാനായിട്ട് നമുക്കവിടെ പറ്റും. രാഹുലിൻ്റെ കോർ എക്സ്പെർട്ടീസ് അവിടെ തന്നെ, അല്ലെങ്കിൽ കോർ കോമ്പറ്റൻസി അവിടെ തന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഈ കോർ കോമ്പറ്റൻസി എന്ന് പറയാനൊന്നും അറിയില്ല. എൻ്റെ സ്കില്ല് ശരിക്കും പീപ്പിൾ സ്കിൽസ് ആണെന്ന് തോന്നുന്നു. അപ്പം അവിടെ ഞാൻ ഫസ്റ്റ് ഇയർ റെപ്പായി ഇലക്ഷന് നിന്നു. എന്തിനു നിന്ന് എനിക്ക് ഇന്നറിയില്ല, അന്ന് നിന്നു, ജയിച്ചു. സെക്കൻഡ് ഇയറിൽ യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറയും, ജനറൽ സെക്രട്ടറി, സ്റ്റുഡൻറ്റ് അഫയേഴ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന് പറയും, അതിന് നിന്നു, അത് ജയിച്ചു. അത് വളരെ നല്ലൊരു എക്സ്പോഷറായിരുന്നു. അതിൻ്റെ ഇഷ്യൂസും ഉണ്ട്, ബിക്കോസ് ഇതൊക്കെ CV പോയിന്റിനാണ് എല്ലാവരും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പം അതിൻ്റെ അകത്തൊക്കെ പല സൊഫിസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് വെരി ഡേർട്ടി പൊളിറ്റിക്സ്, ബട്ട് ഇറ്റ് ഈസ് സൊഫിസ്റ്റിക്കേറ്റഡ് ഡേർട്ടി പൊളിറ്റിക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഊമക്കത്തയക്കൽ, അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റിന് ഇരിക്കുമ്പം ചിലപ്പം ആൾക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള അങ്ങനത്തെ ഒക്കെ പല രീതിയിലും നടക്കാം. പല രീതിയിലും നടക്കും. അപ്പം അത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഫിസിക്കൽ വയലൻസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ടൈപ്പ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ ഇവൻച്വലി എവറി വൺ എൻഡ്സ് അപ്പ് ബിക്കമിങ് ഫ്രണ്ട്സ് ബിക്കോസ് യു മെച്യൂർ. ഇറ്റ്സ് ജസ്റ്റ് വെൻ യു ആർ 20, 23 or whatever, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതാണ്. അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് വാട്ട് വാസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇവൻ ബിറ്റ്വീൻ കോളേജിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ജില്ലാനം വരെ പല കൺട്രീസിലേക്കും പോകുമായിരുന്നു. നമുക്ക് ഇപ്പം ബാച്ച് എനിക്കൊന്ന് 500 എടുത്തേ, അന്ന് 200 സംതിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ദ ബാച്ച് ഓർ 30-40% ഓഫ് ദ ബാച്ച് ഗോസ് അബ്രോഡ് ഫോർ ഒരു സെമസ്റ്റർ. വേറെ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ അല്ല, ഫോർ 1-3 month പ്രോഗ്രാം. ഞാൻ പോയില്ല, പല ആൾക്കാരും പോയി. എന്ന് വെച്ചാൽ എനിക്കിവിടെ നമ്മളിവിടുത്തെ യൂണിയനിൽ ഇത് എടുക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിതുണ്ട്. പ്ലേസ്മെന്റിന് ഇരിക്കുന്ന കമ്മിറ്റി ഉണ്ട് 10-20 പേരും, പിന്നെ യൂണിയനിലുള്ളൊരു 8 പേരുണ്ട്, 10 പേര്. ഇവർക്ക് ആർക്കും അങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഇല്ല, ബിക്കോസ് പിന്നെ പ്ലെയിൻ കയറിയിട്ടില്ല. അല്ല, പ്ലെയിനിൽ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടുണ്ട്, അത് വേറെ കഥയാണ്. പക്ഷേ ഗോൾഡ്മാൻ സാക്സിൽ വർക്ക് ചെയ്തു ഞാൻ 2 മാസം ഇന്റേണായിട്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്മെന്റ്സ് ഓൺ ക്യാമ്പസ് ആണ് ആസ് എൻ ഇന്റേൺ. ഗോൾഡ്മാനും ബെയിനും എന്ന് പറഞ്ഞ 2 കമ്പനിയിൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ഇട്ടുള്ളൂ. കൊച്ചിയിൽ നിന്ന് തേവര കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ ആ CV അത്ര അട്രാക്റ്റീവ് അല്ലല്ലോ. ഇറ്റ് ഇസ് നൈസ്. പക്ഷെ ഞാൻ ആനുവൽ റിപ്പോർട്ട് മുഴുവൻ വായിച്ച് പഠിച്ച് എല്ലാം പഠിച്ചിട്ടാണ് പോയത്. ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഗോൾഡ്മാനിൽ ഇൻ്റർവ്യൂ ചെയ്ത് നല്ലോണം കിട്ടി, ഹോങ്കോങ്ങിൽ കിട്ടി. അപ്പം ഭയങ്കര ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ് ഗോൾഡ്മാനിൽ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്, ഹാർഷ്, ആരഗൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ സ്വന്തം ഇതിലും കട്ട് ത്രോട്ടാണ്. അപ്പം വിച്ച് ഇസ് ഫൈൻ. പക്ഷെ അപ്പോൾ ആ 20-22 വയസ്സിൽ നമുക്കത് അത്രയും പറ്റുന്നില്ലായിരുന്നു. അപ്പം ദെൻ നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഓപ്ഷൻ നോക്കി. അപ്പോഴാണ് നമ്മുടെ ക്യാമ്പസിലൊരു പുതിയ റൂള് വന്നു. നമുക്ക് അടുത്ത 2 വർഷം കൂടെ ജോലി, നമുക്ക് ബിസിനസ് തുടങ്ങി സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ക്യാമ്പസിൽ പ്ലേസ്മെന്റ് വരാം. അത് ആക്ച്വലി നല്ല സംഭവമല്ലേ? ഇവൻ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ തിരിച്ചു വേണം നമുക്ക് ക്യാമ്പസിൽ തന്നെ പ്ലേസ്മെന്റ്. അങ്ങനെ വെച്ചുകൊണ്ട് 13 പേര് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന്, പക്ഷെ ആരും തിരിച്ചു വന്നില്ല. സംതിങ് മേ ബി ദേ ഫൗണ്ട് എ ജോബ് ഓൾസോ സം ഓഫ് ദം. ഇൻ ജനറൽ നോ വൺ കെയിം ബാക്ക്. അത് മുമ്പുണ്ടായിരുന്നു? അത് ഇല്ല, ആ വർഷം ഞങ്ങളുടെ എൻ്റെ കൂടെ എൻ്റെ പ്ലേസ്മെന്റ് കമ്മിറ്റി ചെയർ ആയിരുന്ന ആളും അവിടുത്തെ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്ന പ്രൊഫസേഴ്സും കൂടെ അഗ്രി ചെയ്ത് ചെയ്തതാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങി വേണമെങ്കിൽ അത് തുടങ്ങിയിട്ട് 13 പേര് സ്റ്റാർട്ടപ്പ് തുടങ്ങി. എന്നിട്ട് എന്തെങ്കിലും ഫെയിൽ ആയെങ്കിൽ അന്നൊന്നും സെക്സി അല്ലല്ലോ സ്റ്റാർട്ടപ്പ്. ഇന്നലെ ഇപ്പം എന്തെങ്കിലും 2007, 18 വർഷം മുമ്പാണ്. അപ്പോൾ അന്നൊന്നും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അത് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, ക്രാഷ് ഒക്കെ ഉണ്ടല്ലോ ആ സമയത്ത്. അതുണ്ടായതുകൊണ്ട് കുറേ പേരോട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും ജോലി എടുത്തിട്ടും, വിച്ച് ഇസ് വെരി ഗുഡ്. അപ്പം അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2013-14 എനിക്കറിയാവുന്ന കുറച്ച് പ്രൊഫസേഴ്സും അലുമിനയൊക്കെ ചേർന്നിട്ട് എത്രയോ കോടി രൂപ എൻഡോമെൻ്റ് അല്ല ഫണ്ട് കൊടുത്തിട്ട് ഇപ്പം ജോലി ഇല്ലാതെ ബിസിനസ് തുടങ്ങുന്നവർക്ക് എല്ലാ മാസം ഒരു സ്റ്റൈപ്പൻറ്റും കൊടുക്കാൻ തുടങ്ങി. വാവ്. അത് മാവറിക്സ് പ്രോഗ്രാം എന്ന് പറയും. സം 50,000, ഐ ഡോണ്ട് നോ ദ നമ്പർ, സം നമ്പർ ഓഫ് 50,000 or 1 lakh. So your sustenance is solved for. College is backing you throughout your journey. Some alumni and the college together or something. I don't know the structure exactly. But it's called IMA Mavericks program. So if you're not taking up placements or you're going somewhere where
ഇറ്റ്സ് ഗുഡ് ഫോർ സൊസൈറ്റി ബട്ട് നോട്ട് ഓസം. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ, പക്ഷേ അങ്ങനെയുള്ളവർക്ക് സ്റ്റൈപ്പൻഡും കൂടെ കൊടുക്കാൻ തുടങ്ങി, വിച്ച് ഐ തോട്ട് വാസ് എക്സലന്റ് യെസ് ട്രൂ. ബിക്കോസ് പീപ്പിൾ ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ കോളേജ് കഴിഞ്ഞു, ദെൻ ഈ ഗോൾഡ്മാൻ സാക്സ് ഇന്റേൺഷിപ്പ് ചെയ്തു, ദെൻ വേറെ ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഇല്ല, പിന്നെ പ്ലേസ്മെൻറ്റ് ഇരിക്കാനായിരുന്നു, പക്ഷെ അതിരുന്നില്ല. ഞാൻ ഒരു റീറ്റെയിൽ ചെയിൻ തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ, അപ്പച്ചൻ്റെ ഒക്കെ കട. അപ്പം അതുകൊണ്ട് ഞാൻ 2005-07 തന്നെ ഡൽഹി പോയി കുറച്ച് നാൾ കൺസൾട്ട് ചെയ്തു ഒരു ചെയിൻ ഓഫ് സ്റ്റോഴ്സിൽ. ഒരു മാസം നിന്നുള്ളൂ, വെറുതെ പൈസ ഒന്നും കിട്ടിയില്ല, പഠിക്കാനും ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം മനസ്സിലായി റീറ്റെയിൽ പാടാന്ന്. പിന്നെ നാട്ടിൽ വന്ന് 5-6 മാസം ഞാൻ ഷോപ്പിൽ തന്നെ നിന്നുള്ളൂ, ഒന്നും ചെയ്തില്ല. So IML പഠിച്ചു, then come to shop. How was the family's reaction to that? Family actually okay ആയിരുന്നു. I'm sure extended family must have had problems, but why should you care too much about extended family? So I didn't care. But my parents were okay. They thought I would never come back to India now, be back in Cochin at least for start. അപ്പം അതുള്ളതുകൊണ്ട് I think family was okay. And in 2007 November I started something. There's a very small distribution of medicines. അങ്ങനെ തുടങ്ങി. അതിൻ്റെ ഒരു സ്കെയിൽ പറയുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് കറന്റ്ലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഇപ്പം I think we should do, hopefully we should do close to 1,000 crores next year. 1,000 crores in distribution. But this year maybe about close to 800 crores, but there is some intercompany sales in that, but yeah, it's close to 800 crores. So you'll be distributing medicines from big suppliers and yeah, so all Sun Pharma, Cipla, Pfizer അങ്ങനെയുള്ളവർക്ക് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ടാവും. കേരളത്തിൽ തന്നെ എല്ലാവർക്കും 50-100 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. So we one among the 50 or 60 distributors. But even a typical distributor should have say 1% market share. We might have 4 or 5% market share because of our better reach or whatever we do. പക്ഷേ we are trying to build that to double-digit market share. So ഇപ്പം കേരള മാർക്കറ്റിന് നമുക്കൊരു 4-5% മാർക്കറ്റ് ഷെയർ ആയിട്ടുണ്ടാവുള്ളൂ. Then still it's 1,000 crore ഉണ്ടല്ലേ? കേരള മാർക്കറ്റിൻ്റെ നമുക്ക് ചെന്നൈയിലും കുറച്ച് ഓപ്പറേഷൻ ഉണ്ട്, പക്ഷേ കേരള മാർക്കറ്റ് ഇപ്പോൾ ഒരു 12,000-13,000 ക്രോസിൻ്റെ ഉണ്ട് ഇൻ ദ കമ്പനി ടോട്ടൽ ഉണ്ട്. അത് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 15,000-14,000 അടുത്താവും. അപ്പം ഞങ്ങൾക്ക് മെഡിസിൻ അല്ലാതെയും കുറച്ച് OTC ഒക്കെ ഉണ്ട്. വോട്ട് സെയിങ് 14,000-15,000 ക്രോറിന് മാർക്കറ്റിനകത്ത് നമുക്കൊരു 5% അടുത്ത് മാർക്കറ്റ് ഷെയർ ഉണ്ടാവും. അത് ഡബിൾ ഡിജിറ്റിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. നമ്മൾ ഇച്ചിരി എഫേർട്ട് ഇട്ട അല്ലെങ്കിൽ 2-3 years കഷ്ടപ്പെട്ട 15-20% ഒക്കെ വരെ ഓർഗാനിക് പ്ലസ് ഇൻഓർഗാനിക് ആയിട്ട് എത്താൻ പറ്റും. ഓർഗാനിക് ആയിട്ട് എത്താൻ പാടാണ്. വി ഹവ് ഗ്രോൺ ത്രൂ എ ലോട്ട് ഓഫ് inorganic and then growing that inorganic acquisition through organic ways in that particular entity. So അങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് കുറേ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എസെൻഷ്യലി ഒരു ദെൻ ഫാസ്റ്റ് ഫോർവേഡ് ടു മേ ബി കോവിഡ് ടൈം. അപ്പോഴാണല്ലോ നിങ്ങൾ ഹീലിനുള്ള ബ്രാൻഡ് തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ഹീൽ ഫാർമാനുള്ള സംഭവം കണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ് ആൻഡ് ഹൗ ഡിഡ് വി ഹാഡ് സം? നമ്മൾ വിചാരിച്ച് നമ്മൾ സ്മാർട്ടാണല്ലോ, നമുക്കിങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നില്ല, നമുക്ക് സ്വന്തമായിട്ട് ഫാർമ കമ്പനി തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഈ മെയിൻ പ്ലാന്റിൽ തന്നെ നമ്മളുടെ ബ്രാൻഡിലും ഉണ്ടാക്കി. Unfortunately, that did not work out too well for whatever reasons. We were more of a distributor kind of mentality, I think. And the team, we had team from many good companies joining us and all that, but it was not working out. COVID vannappo we were incidentally also had just started supplying sanitizers for 3M and the other brands in the market. അങ്ങനെ വന്നപ്പോൾ നമ്മളിതൊരു കോവിഡ് ലോങ് ടേം പ്ലേ അല്ലല്ലോ. ആരും 2020 മാർച്ചിൽ കോവിഡ് ഒരു ലോങ് ടേം ആയിട്ട് ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു ഏപ്രിലിൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ലോക്ക്ഡൗൺ നടക്കുമ്പോഴൊക്കെ തുടങ്ങാനുള്ളത് വന്നപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു പേരുണ്ടല്ലോ, ആ പേരിൽ ലോഞ്ച് ചെയ്യാം. അന്നും ഒരു ബ്രാൻഡല്ല, നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഇത് വിൽക്കുന്നുണ്ട്, ഏത് ബ്രാൻഡാണെങ്കിലും അന്ന് മാർക്കറ്റിൽ പോലെ എസ്റ്റാബ്ലിഷ് സാനിറ്റൈസർ പ്ലേസ് വളരെ കുറവായിരുന്നു. ഒരു സാവ്ലോണും കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ലൈഫ് ബോയ് ഒക്കെ ഉള്ളൂ. എന്നാലും അവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലും ഫാർമസി വഴിയല്ലായിരുന്നു, അവരുടെയൊക്കെ സൂപ്പർ മാർക്കറ്റ് വഴിയാണ്. അപ്പം നമുക്ക് ഫാർമസി ഈ ചാനൽ ഉള്ളതുകൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ചാനലിലേക്ക് നമുക്ക് എത്താൻ പറ്റാനുള്ള റീച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ ഹീലിൽ തുടങ്ങി. അന്ന് ഇതൊരു ബ്രാൻഡ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ ട്രേഡിംഗ് മൂവ്. ബട്ട് ഇഫ് യു ഡൂയിങ് ട്രേഡിംഗ് വൈ നോട്ട് ഡു ഇറ്റ് അണ്ടർ ഹീൽ? അതായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? സാനിറ്റൈസറും മാസ്കും ആയിരുന്നു. ഒരു 100 ml, 500 ml, 5 liter. അതൊക്കെ വിൽക്കുന്ന ട്രക്ക് കണക്കിനായിരുന്നു. ഒന്ന് തേർഡ് പാർട്ടി ബ്രാൻഡ്, ഒരു ദിവസം തന്നെ 1-2 ട്രക്ക് വെച്ച് വിട്ടുകൊണ്ടിരുന്നത്. അത് പിന്നെ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അത് കുറേ നാളത്തേക്ക് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടി. അതിൻ്റെ അകത്തൊരു രസമായിട്ടുള്ള കാര്യം നടന്നു വെച്ചാൽ, ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എല്ലാ ഫാക്ടറികളിലും നമ്മുടെ ആൾക്കാരെ വിട്ടിരുന്നു. ഈ സാധനം കരയെന്ന് വെച്ചാൽ പാലെന്ന് പറഞ്ഞാൽ ഇത് സാധനം വരുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്തതിൻ്റെ അകത്ത് ഒരു സമയത്ത് ഈ ആൽക്കഹോളിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമ്മൾ ഹൈ പ്രൈസിൽ ബുക്ക് ചെയ്തത്, പൈസ കൊടുത്തിട്ടേക്കാണല്ലോ. ഒരു സ്ഥലത്ത് തന്നെ 1 crore സംതിങ് കൊടുത്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ പകുതിയായപ്പോൾ അവർ ഇനിയും വെയിറ്റ് ചെയ്ത പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുക, അവർ എന്തെങ്കിലും സാധനം നമുക്ക് തരുന്നില്ല, പൈസ എന്തായാലും കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം ഭാഗ്യത്തിന് എൻ്റെ 1 year സീനിയർ ആയിരുന്ന ആളായിരുന്നു അവിടുത്തെ IAS ഇൻഡസ്ട്രീസ് ഓഫീസ് ഹിമാചലിൽ, ഇത് ബദ്ദിയിലായിരുന്നു നടന്നത്. അപ്പം പുള്ളീനെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പം
നമുക്ക് സാധനം കിട്ടി, അല്ലെങ്കിൽ ഇത് കുറേ നാളും കൂടെ സ്റ്റക്ക് ആയിരുന്നെങ്കിൽ സാധനം അവർ തരായിരിക്കില്ല, ആ ടണ്ണേജ് തരും. പക്ഷെ അപ്പോഴത്തേക്കും പ്രൈസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എല്ലാ ഹാഫ് ദി പ്രൈസിനൊക്കെ അപ്പോൾ അടുത്ത ഇനി ഒരു ഹാഫും കൂടെ ആയാൽ അത്രയും രൂപയുടെ ലോസ് ആവും. ഒന്നാമത് കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു നല്ല ലോസ് വന്നിട്ടുണ്ടാവും. അതിൽ ലോസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ആ സാധനം ക്യാഷ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, നമുക്ക് ക്യാഷ് എപ്പോഴും വേണമല്ലോ, നമ്മുടെ അധികം എക്സസ് ക്യാഷ് ഉണ്ടാവില്ലല്ലോ ഒരു സ്റ്റാർട്ടപ്പ് മോഡലിൽ നമ്മൾ എപ്പോഴും റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കത് യൂസ്ഫുള്ളായി. അപ്പം ഇതിങ്ങനെ സാനിറ്റൈസറും മാസ്കും വെച്ച് തുടങ്ങി. പിന്നെ നമ്മൾ ഒരു കുറേ നാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ, ബിക്കോസ് ദിസ് തിങ് വാസ് സസ്റ്റൈനിങ്. അന്ന് ശരിക്കും കോവിഡ് ഒരു ഇതല്ല, ആക്ച്വൽ സ്കെയർ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കോവിഡ് എന്നുള്ളത് യൂസ് വരുന്നില്ലെങ്കിൽ ഭയങ്കര യൂസേജ് ആയിരുന്നു സാനിറ്റൈസർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാന്ന് വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നപ്പോൾ നമ്മൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ വർഷം മാത്രം നമ്മൾ ചെയ്തുള്ളൂ. എത്ര റേഞ്ച് ഉണ്ടാവും നിങ്ങൾ, എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്പേഴ്സ് എന്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി? റിലേറ്റീവ് ടേംസ് പറഞ്ഞാൽ മതി. 2 കോടി താഴെയായിരുന്നു മൊത്തം സ്പെൻഡ്. അന്ന് സമയത്ത് റേറ്റ് കുറവായിരുന്നു. അതിപ്പം അതിലും കൂടിയിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. അത് ഗുഡ് തിങ് അബൌട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇസ് ഇറ്റ്സ് ഗോട്ട് എ ഗ്രേറ്റ് ഫാൻ ഫോളോയിങ്. ബാഡ് തിങ് ഇസ് ദേ ഹവ് നോട്ട് ബീൻ ഏബിൾ ടു മോണിറ്റൈസ് ഇറ്റ് വെൽ, സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം ദാറ്റ് ദേ ഹാവ്. പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫോർ എ ബ്രാൻഡ് ലൈക്ക് അസ്, ബിക്കോസ് we still are a small brand. Then we were a very, very small brand. I think Kerala Blasters Association was very useful for us at that point of time. ഞാൻ ജസ്റ്റ് ഈ പോഡ്കാസ്റ്റ് മുമ്പ് പലരോടും ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ബ്രാൻഡ് കൊണ്ടാണ് മോസ്റ്റ് പീപ്പിൾ നോ ഹീൽ ആസ് വെൽ. അതാണ് അത് 2020-21 സീസണിൽ ചെയ്തിട്ടും ഇപ്പോഴും ആൾക്കാരുടെ തലയിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അല്ല നമ്മൾ എല്ലാ വർഷം ചെയ്തിട്ടില്ല. ട്രൂ. പിന്നെ ഓഫ്ലൈൻ ബോർഡിങ്സ് നിങ്ങൾ ചെയ്തായിരുന്നു ഐ തിങ്ക്. അത് അന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട്, മാർക്കറ്റിംഗും നമ്മളത് ക്ലാസ്സിൽ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ ബോർഡ് മാത്രം സ്പെൻഡ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള കുറേ ഡിസിഷൻ എടുത്തു. ഐ തിങ്ക് നിങ്ങൾ കേരളത്തിലുള്ള ഒരു എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ അതെല്ലാം ഞാൻ തന്നെ ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടി. ഒരു ROI എത്ര ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് ആ ഒരു 1 year 2 year സ്പാനിൽ ഇത്ര ഇട്ടു ഇത്ര ROX ആയി അങ്ങനെ? I think you could not look at it from a ROAS point of view because we were selling irrespective of the ads. ആഡ് ചെയ്തില്ലായിരുന്നു വിൽക്കുമായിരുന്നു. വിൽക്കുന്ന ലാഭം എടുത്ത് നമ്മൾ ഇതിൻ്റെ സ്പെൻഡ് ചെയ്താണ്. ഈ സാനിറ്റൈസർ ഇത് ചെയ്തില്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ലാഭം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ബ്രാൻഡായി. അല്ല അന്നത്തെ ഒരു സ്പെൻഡിനുള്ള റോവാസ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ റോവാസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് പല ആ ബിസിനസ്സിന് ഇവൻച്വൽ ഗ്രോത്തിന് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ വർഷം ചിലപ്പോൾ 5-10 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹിസ്റ്റോറിക്കലി 25-30 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീസണബിൾ ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. 25-30 കോടി സ്പെൻഡ് ചെയ്തതിനകത്ത് കുറേ ബ്രാൻഡ് അക്വിസിഷനും കൂടെയാണ്, ആഡിന് മാത്രമല്ല. ഞാൻ പറഞ്ഞ ആ സ്പെൻഡിനുള്ള ബെനിഫിറ്റ് എന്തായാലും വന്നിട്ടുണ്ട്. If you were to go back again now and maybe do the promotion again, what would you have done differently? Maybe in terms of... I think, good question. I think I would have focused even more on distributing the product and getting it, other than the sanitizers. Sanitizers were quite easy. And second thing I would have done differently is I would have reduced the SKUs. You said thousands of SKUs in the beginning. It is not 1,000, but it is like 400, which is insane for a small company. So we have moved to some 80-90 now. I might cut it down even today down to 50. So I would have started with lesser SKUs. 10 or 20 products വെച്ച് മാത്രം തുടങ്ങിയാണ്. അല്ലാതെ ഈ ടെയിൽ പ്രൊഡക്ട്സ് ചെയ്യുന്നതിനകത്ത് ഇറ്റ് ഇസ് ലോജിസ്റ്റിക്സ് പാടാണ്. സെക്കൻഡ് ഇവൻച്വലി പ്രൊഡക്ട്സ് ചിലപ്പോൾ കുറേ റിട്ടേൺ വരാം. അതുകൂടാതെ ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പാടാണ്, പ്ലസ് പ്രൊമോഷൻ പാടാണ്, പിന്നെ ലിസ്റ്റിംഗ് SKUസിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഫോക്കസ് കിട്ടില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറച്ചേനെ. അത് ഇപ്പം നമ്മൾ പഠിച്ചു, നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഗെറ്റ് ഹീൽ ഫ്രം ദി നിയറസ്റ്റ് ഷോപ്പ് എന്നുള്ളതായിരുന്നു കോൾ ടു ആക്ഷൻ, ഓർ വാസ് ഇറ്റ് ലൈക്ക്? നമുക്ക് വെബ്സൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും വെബ്സൈറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അന്നും വെബ്സൈറ്റിൽ ഞങ്ങൾ ഒരു 30-40 lakhs ഒക്കെ ആഡ് സ്പെൻഡ് മന്ത്ലി ചെയ്ത സമയങ്ങളുണ്ട്. അപ്പം ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ CAC 200 ഓടാണ്. പക്ഷേ ആവറേജ് ഓർഡർ AOV 300 ഉള്ളൂ. ഗ്രോസ് മാർജിൻ 50-60% ഉള്ളൂ. ഇത് ഒരിക്കലും പൈസ ഉണ്ടാക്കില്ല. പിന്നെ അതുകൊണ്ട് ഓൺലൈനിൽ അപ്പം ദെൻ വി റിയലൈസ് ഇസ് ഓൺലൈൻ വിൽ നോട്ട് വർക്ക്സ്. ഒരു 5-6 മാസം ചെയ്ത് കുറച്ച് പൈസ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ RTO എന്തായാലും ഉണ്ടാവുമല്ലോ. COD മാറ്റിയിട്ട് നമ്മൾ ചെയ്ത് നോക്കി. പിന്നെ COD ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ RTO ഇഷ്ടം പോലെ ഉണ്ടാവും. അന്നൊക്കെ ഇപ്പം കുറേ കൂടെ മെച്ചുവറായി തുടങ്ങി തോന്നുന്നു. പക്ഷേ അന്ന് നമുക്ക് പാടായിരുന്നു. 21 സമയം പറയുന്നത് 21. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ കുറേ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റിൽ വരുമ്പം ഒരു 2-3% കൺവേർഷൻ നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഓൺലൈൻ കേരളം മാത്രം കൂടുതൽ കുറേ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്തു. അത് ചെയ്യുമ്പോൾ 97 people have come to the website but not bought. So now if you're available offline, then those 97 people had some intent to buy, or at least had an interest in, they had reached the store, they had entered the store. So when they go to a physical store and could see the product, we think the probability of conversion was slightly higher. ആ ഒരു ലോജിക്ക് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് പാക്കേജിംഗ് ആണെങ്കിൽ യൂണീക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് പാക്കേജിങ്ങിനും എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഞങ്ങൾ പറഞ്ഞ കാറ്റ് കോച്ചിങ്ങിനുണ്ടായിരുന്നു. അവൻ ഒരു വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയിൽ ഫയർ സൈഡ് എന്ന കമ്പനിയിലെ പാർട്ട്ണറാണ്. അപ്പോൾ അവൻ എന്നെ ഒരാളെ പരിചയപ്പെടുത്തി തന്നു, ഐശ്വര്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി. ഷീ വാസ് എ CMO ഓഫ് ഓല ക്യാബ്സ് ആൻഡ് ഷീ വാസ് ക്വിറ്റിംഗ് Bhavish's company like many people do. So I think she
ഷീ കെയിം ഇൻ ആസ് എ കൺസൾട്ടൻറ്റ് ത്രൂ ദിസ് ഫ്രണ്ട് ഓഫ് മൈൻ. എന്നിട്ട് അവർ ഒരു ടീമിനെ കൊണ്ടുവന്നു, വിച്ച് ഇസ് വെരി എക്സ്പെൻസീവ്. ബട്ട് ഐ കെപ്റ്റ് ടെല്ലിങ് ഹർ ഇതൊരു എക്സിക്യൂട്ടീവ് MBA പഠിക്കുന്ന പോലെയാണ്, ഇത്രയും സ്പെൻഡ് ചെയ്യുന്നതിന് എനിക്ക് എന്തോ കുറേ ലേണിംഗ് കിട്ടുന്നതിന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് ബ്രാൻഡിങ്ങിൽ അത്രയും ബെസ്റ്റ് പീപ്പിൾ ഫ്രം ദ വേൾഡ് ടൈപ്സ്, ഓൾ ഇൻ Mallus or Indians, but people who worked globally had come and helped us build the brand from. She was like the orchestra conductor എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരത്തിയായിരുന്നു ബ്രാൻഡ് പേഴ്സൺ. ആൻഡ് ദെൻ ദ ടീം ഹാഡ് പാക്കേജിങ് പീപ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പീപ്പിൾ, വെബ്സൈറ്റ് പീപ്പിൾ. അങ്ങനെ വന്നാണ് ആ ബ്രാൻഡ് പാക്കേജിങ്ങിൽ കുറേ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പല കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ പൈസ ബ്രാൻഡിന് സ്പെൻഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷന് സ്പെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ കുറേ ആൾക്കാർ മീഡിയ ഡിസ്ട്രിബ്യൂഷന് സ്പെൻഡ് ചെയ്യും, ബ്രാൻഡിന് പാക്കേജ് ഈ ക്രിയേറ്റീവിന് സ്പെൻഡ് ചെയ്യില്ല. I think there has to be a reasonable balance. I think we might have gone a little bit on the other side, but we did both. So we had that kind of, we were okay. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പല ബ്രാൻഡ്സിനും അക്വയർ ചെയ്ത് കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇൻ ഓർഡർ ടു ആഡ് ദ SKU തിങ്. അപ്പോൾ ആ ഒരു അക്വിസിഷൻ പ്രോസസ് എങ്ങനെയാണ്? ഇൻ ഓർഡർ ടു, ഐ തിങ്ക് റിമെമ്പർ ഏതൊരു ആർട്ടിക്കിൾ വായിച്ചു ഒരു സോപ്പ് ബ്രാൻഡ് നിങ്ങൾ അക്വയർ ചെയ്ത് കേട്ടു. We bought Laura as a soap brand. It is not doing too well. Okay. I think it is just it probably is a bad acquisition, but it's a DNA, right? You end up buying because you buy in certain ways, and some of them don't work. So Laura, that soap brand, was from Thrissur. It was a price game primarily. It was distributed. It's still doing few lakh bars a month, but it is not generating as much profit as you would like it to for the money you spend. പക്ഷേ സ്കോഡ് എന്ന് പറഞ്ഞാൽ വേറെ ബ്രാൻഡ് നമ്മൾ മേടിച്ചിരുന്നു. അതാണ് ഐ തിങ്ക് ഈവൻ ഐ തിങ്ക് എന്താ സെപ്റ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ സ്ക്വാഡാണ് ലിസ്റ്റഡ്. അപ്പം ദാറ്റ് പ്രോഡക്റ്റ് ഹാസ് ഡൺ ഫിനോമിനലി വെൽ. ഫ്രം വാട്ട് വി ബോട്ട് ടു ടുഡേ ഇറ്റ്സ് ഗ്രോൺ 10x, ബട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ബേസ്. സോ ദാറ്റ് ഇസ് ഗ്രോൺ റീസണബിളി. ആ സ്ക്വാഡും ചെക്കൗട്ട് ഇസ് എ ടോയ്ലറ്റ് ക്ലീനർ ആൻഡ് സ്ക്വാഡ് ഫ്ലോർ ക്ലീനർ ആൻഡ് ക്ലിക്ക് ഇസ് എ ഡിഷ് വാഷ്, ഓൾ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്സ്. അപ്പോൾ അത് നല്ലൊരു അക്വിസിഷൻ ആയിരുന്നു. ബട്ട് യു ഡോണ്ട് നോ വാട്ട് ഇസ് ഗുഡ് ഓർ വാട്ട് ഇസ് ബാഡ് അൺടിൽ ഇൻറ്റിഗ്രേഷൻ. സംടൈംസ് യു വിൽ തിങ്ക് അത് ചെയ്തിരുന്നില്ല, ബട്ട് ഹൈൻസൈറ്റ് ഇസ് 2020, ബട്ട് ഡസൻ വർക്ക് ദാറ്റ് വേ. അപ്പോൾ ഓക്കെ, അപ്പോൾ പല ബ്രാൻഡ്സിന് നിങ്ങൾ M&A രീതിയിൽ അക്വയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ മേ ബി ഫോർ ദ ഓഡിയൻസ് റെലവൻ്റ് ആയിട്ടുള്ളത്, എങ്ങനെ സക്സസ്ഫുള്ളി ഒരു ബ്രാൻഡിനെ അക്വയർ ചെയ്തിട്ട് അത് ഇൻറ്റഗ്രേറ്റഡ് ആവും, മേ ബി ഫ്രം ദ ലേണിംഗ്സ് ആസ് വെൽ? ഇത് ബ്രാൻഡ് മേടിക്കുന്നതും കമ്പനി മേടിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കമ്പനി മേടിക്കാറില്ല. നമ്മൾ മാക്സിമം ഈ ബ്രാൻഡിൻ്റെ കേസിൽ ഫാർമ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം. വി ബൈ ദ ബ്രാൻഡ്. സോ നമ്മൾ ആ ബ്രാൻഡ് മേടിക്കുമ്പോൾ ആ റീച്ച്, നമ്മളിപ്പം സ്ക്വാഡ് ഫോർ എക്സാമ്പിൾ മേടിക്കാൻ നോക്കിയ സമയത്ത് നമ്മൾ സ്വന്തം ബ്രാൻഡുകൾ നമ്മൾ കുറച്ച് ലിസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ് നെയിം, പാക്കേജിങ്, അതിനകത്ത് തന്നെ ഒരു 10 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. എന്നാലും ഇത് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ മേടിക്കാൻ നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 0 to 1 ഇൻ എനി ബിസിനസ് ഇസ് വെരി ടഫ്. ഇവർ 0 to 1 ഓൾറെഡി സോൾവ് ചെയ്തേക്ക് വരുന്നു. പിന്നെ 1 to 10 ആണ് നമ്മുടെ നെക്സ്റ്റ് ജേർണി, അല്ലെങ്കിൽ 1 to 100 വാട്ട് എവർ യു വാണ്ട് ടു ലുക്ക് അറ്റ്. അപ്പോൾ ആ നെക്സ്റ്റ് ജേർണി കുറച്ചും കൂടി ഈസിയർ ആവുന്നതുകൊണ്ടും പ്ലസ് ഈ കോവിഡ് സമയത്ത് നാട്ടുകാർ മുഴുവനും കുറേ ക്ലീനിങ് പ്രോഡക്ട്സ് ഇറക്കിയതുകൊണ്ട് ദർ വാസ് എ ക്ലട്ടർ ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ദിസ് കമ്പനി വാസ് ദെയർ ഫ്യൂ ഇയേഴ്സ് ബിഫോർ കോവിഡ്, സോ ദേ ഹാഡ് ലിസ്റ്റഡ് ഇൻ മെനി ഓഫ് ദ സ്റ്റോഴ്സ് ഇൻക്ലൂഡിംഗ് ലുലു ഓർ നെസ്റ്റോ ഓർ any of the major stores, they were already there. So അത് ഉള്ളതുകൊണ്ട് ആ ഫ്രിക്ഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡായിട്ട് പോകുമ്പോൾ 20 കമ്പനികളോട് പോകുന്നൊരു സമയമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴും കുറേ പേര് പോകുന്നുണ്ടോ, അന്ന് പ്രത്യേകിച്ച് എല്ലാവരുടെയും കയ്യിൽ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ ഓൾറെഡി ലിസ്റ്റിംഗ് ആണെങ്കിലുള്ള വർക്ക് ചെയ്യാം. അപ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നോവേഷൻ എന്ന് പറയുന്നത് സ്റ്റോറിൽ ഉണ്ടാവുന്നതാണ്. സ്റ്റോറിലില്ലെങ്കിൽ സെയിൽ നടക്കില്ലല്ലോ. അപ്പം നമ്മളൊരു ഇലക്ഷൻ നിൽക്കുന്നതല്ല, കസ്റ്റമർ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കുകയുള്ളൂ. ബാലറ്റ് ബോക്സിൽ പേപ്പർ വരണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വരണമെങ്കിൽ അത് കടക്കാരൻ വിചാരിക്കണം, ഓണർ വിചാരിക്കണം. ആ ഇതിനുള്ളതിൽ ആ സൊല്യൂഷൻ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് കിട്ടി ഇലക്ഷന് നിൽക്കാൻ, അത് ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ആ ലോജിക്കിലാണ് നമ്മളിത് ചെയ്തത്. പിന്നെ കൺസ്യൂമറിൻ്റെ ഇത് കിട്ടാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേയൊക്കെ പറ്റി. അപ്പോൾ ഞാൻ ലുലു പറഞ്ഞാൽ ലുലു പോലത്തെ ബ്രാൻഡുകളിൽ എങ്ങനെ മാളുകൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ലുലുവിലേക്കെന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രാവശ്യം പോയി കണ്ട്, ഭാഗ്യത്തിന് നമ്മളൊരു കേരള ബ്രാൻഡ് ആയതുകൊണ്ട്, അവർ വലിയ ബ്രാൻഡാണെങ്കിലും കേരളത്തിലായതുകൊണ്ട് നമുക്ക് കുറേ കൂടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഈസിയർ ആയിരിക്കും. കുറേ പ്രാവശ്യം പോയി, വി ഹാഡ് ടു ഡു സിഗ്നിഫിക്കൻറ്റ് സ്പെൻസ് ദെയർ ഓൾസോ ഫ്രോം എ വിസിബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ, ആൻഡ് വി ഡോണ്ട് റിഗ്രറ്റ് ദാറ്റ്. ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ അസ് ആസ് എ ബ്രാൻഡ്. എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും, കമ്പനിക്കാരായിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, ബെഞ്ച് മാർക്ക് ചെയ്യാൻ ഒരു ലുലു സ്റ്റോറിൽ വന്ന് നോക്കും ഈ ഒരു ജോഗ്രഫിയിൽ. അപ്പം ഇപ്പോൾ അവർ ദേ ഗോൺ നാഷണൽ ഇൻ മെനി റീജിയൻസ് വെയർ വി ആർ ഓൾസോ ദെയർ, താങ്ക്സ് ടു ദം. പക്ഷേ ആ ഇതിന് നമുക്ക് ഭയങ്കര ബ്രാൻഡ് ബിൽഡിങ്ങിനും ലുലു ഒരു ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. നൗ വിത്ത് ക്വിക്ക് കോമേഴ്സ് ആൻഡ് എവറിത്തിങ് എൽസ് കമ്മിങ് ഇൻ ടു പ്ലേ, they have become an important component, but not as important as earlier before for us. We are at least diversifying others. Lulu has been an integral part of us building the brand. We have Nesto also, but I'm very happy with these large chains which have helped us. ഞാൻ ഇവിടെ ഒരു ഓൺലൈൻ ബ്രാൻഡിന് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അവരും ഈ റിലേഷൻഷിപ്പ് ബിൽഡ് തന്നെയാണോ, അല്ലെങ്കിൽ ഇസ് ദെയർ എനി അതർ പാരാമീറ്റേഴ്സ് ദേ ലുക്ക് ഇൻടു വെൻ ദേ പുട്ട് അക്രോസ്? ഓക്കെ, ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഓൺലൈൻ ബ്രാൻഡ് വരുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 1-2 ബ്രാൻഡ്സ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. ശരിക്കും ഒരു ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് നീഷ് കാറ്റഗറി ആയിരിക്കണം, അധികം പ്ലെയേഴ്സ് ഇല്ലാത്തൊരു കാറ്റഗറി ആണെങ്കിൽ ദേ ലൈക്ക് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് ഇൻ എനി ഓഫ് ദീസ് ഗുഡ് സ്റ്റോഴ്സ്. ബിക്കോസ് അത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺസ്യൂമറിൻ്റെ അസോർട്ട്മെൻറ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കുവാണ്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് ഇഷ്ടമുണ്ടാവും. ഒന്ന് അല്ലെങ്കിൽ ഭയങ്കര ബ്രാൻഡ് നോൺ ആയി തുടങ്ങുന്നൊരു ബ്രാൻഡായിരിക്കണം, ആ കാറ്റഗറിയിൽ ആയി തുടങ്ങണം. മൂന്നാമത് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഹൈ സ്പെൻഡിങ്ങിന് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും എടുക്കാം. So either you spend very high or you are in a niche category where you still have to spend. Spend is not negotiable, but it's just the quantum might change based on what you do. And the third is the brand is or the money you spend is high. അതാണ്. ഓക്കെ, ഈ 3 ഇതിലാണ് കാര്യം നടക്കുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ ഹീൽ ജേർണി പറയുകയാണെങ്കിൽ 2019 ഐ തിങ്ക് ആ കോവിഡ് സമയം, ദെൻ ഇപ്പോൾ എത്തിക്കുന്ന അവസ്ഥ ഐ തിങ്ക് ഐ റിമെമ്പർ യു ലിസ്റ്റഡ് ഓൺ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ആൻഡ് സെപ്റ്റോ ആൻഡ് ഓൾ, റൈറ്റ്? Yeah, so we are listed on Swiggy, Instamart for Kerala region. We are a supplier for Zepto for some of the medicines that they buy for their business. We are not listed as a heel brand on Zepto yet. Hopefully Zepto and Blinkit will take our products. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫോർ ദ ഓഡിയൻസ് മേ ബി ഇതൊരു ബ്രാൻഡ് ഉണ്ടാക്കി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയായിരിക്കും? ഈ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് അത് ലിസ്റ്റ് ചെയ്യിക്കുക? ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ സൊല്യൂഷൻ ഇപ്പോഴും ഞാൻ അധികം കണ്ടുപിടിച്ചിട്ടില്ല. അത് നമ്മൾ കേരളത്തിലായി പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ക്വിക്ക് കോമേഴ്സ് ലാസ്റ്റാണ് എത്തിയത്, അധികം ഇല്ലായിരുന്നു. അന്ന് ഏർലി നേഷൻ സ്റ്റേജിൽ ലിസ്റ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. ഏത് കാറ്റഗറി ആണെങ്കിലും, ഇ കോമേഴ്സ് ആയാലും ശരി, ഇ കോമേഴ്സ് ഇപ്പോൾ ഈസിയർ ആണ്. പക്ഷേ ഏത് കാറ്റഗറിയും ജനറലി അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിലും നേഷൻ സ്റ്റേജിൽ വളരെ ഈസി ലിസ്റ്റിംഗ്. നമ്മൾ ബാംഗ്ലൂരിലുള്ളൊരു കമ്പനി ആയിരുന്നെങ്കിൽ അവിടെ ക്വിക്ക് കോമേഴ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി DNA അവിടെയും ബോംബെയിൽ 2-3 ഡൽഹിയിലാണല്ലോ തുടങ്ങുന്നത്. ഈ 3 സ്വിഗ്ഗി, സെപ്റ്റോ ആൻഡ് ബ്ലിങ്കിറ്റ് ആയിട്ട് തുടങ്ങിയേക്കുന്നത്. നമ്മൾ ഈ 3 എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മോസ്റ്റ് ലൈക്ലി നമ്മൾ ഡേ 1 ലിസ്റ്റ് ചെയ്ത് പോയേനെ. കേരള ബ്രാൻഡിന് ഒരു അൺഫോർച്ചുനേറ്റ് ഡിസഡ്വാൻറ്റേജ് പറ്റിയത് നമുക്കിവിടെ വരാത്തതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ കുറേ കൂടെ മെച്യൂർ ആയതും ഗേറ്റഡ് ആയി. ഓൾറെഡി കുറേ ബ്രാൻഡ്സ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട്. ഇവർക്കൊക്കെ ഉള്ള പ്രോബ്ലം ഞാൻ ഇപ്പം പല ഫ്രണ്ട്സിൻ്റെയും ക്വിക്ക് കോമേഴ്സിനെ പറ്റി കേൾക്കും. ചില കമ്പനീസിനൊക്കെ 90% ഓഫ് റവന്യൂ കംസ് ഫ്രം ക്വിക്ക് കോമേഴ്സ്. 90%. അപ്പോൾ ഒരു 100 crore ബ്രാൻഡിന് 9 crore വരുന്നത്, അല്ലെങ്കിൽ 10 crore ബ്രാൻഡിന് 9 crore വരുന്ന ക്വിക്ക് കോമേഴ്സ് വരുന്നുണ്ട്, മന്ത്ലി വരുന്ന സെയിൽസ്. അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു 3-4 കോടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനിലാണ് കൂടുതൽ 99% ചെയ്യുന്നത്. നമുക്ക് ക്വിക്ക് കോമേഴ്സ് ശരിക്കും നാഷണൽ റോൾ ഔട്ട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് 20 കോടി രൂപ ക്വിക്ക് കോമിൽ ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഇപ്പം നമുക്ക് സ്വിഗ്ഗിയിലെങ്കിലും വന്നു. സ്വിഗ്ഗിയിലെ ഒരു നല്ലൊരു ടീം ഇവിടെ വന്ന് നമ്മളെ കണ്ട് അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റിംഗ് വന്നത്. ബ്രാൻഡ് വിസിബിൾ ഒരു മലയാളിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു അവൈലബിൾ ആണെന്ന് അറിയാം. പിന്നെ ഇവർ ബെഞ്ച് മാർക്കിന് ഇവരും ലുലുവിൽ പോയി കണ്ടു. അങ്ങനെ ലുലുവിൻ്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് റാക്ക് സ്പേസ് കുറേ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ദേവ് ഗ്രോൺ എക്സ്പൊണൻഷ്യലി. അപ്പോൾ അത് വന്നുകൊണ്ട് ഇവരുടെ ബാക്ക് എൻഡ് ഹസ് നോട്ട് ഗ്രോൺ ആസ് ഫാസ്റ്റ് ആസ് ദേ വാണ്ട്. അവർക്ക് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിൽ നമുക്ക് സാധനം കൊടുക്കാനുണ്ട്. ഇവരുടെ ആരുടെയാണെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് 10 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് സ്മോളർ ക്വാണ്ടിറ്റീസ് അവർക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ഗ്രോത്ത് എല്ലാ മാസം അങ്ങനെയല്ല. അങ്ങനെ സ്പേസ് നമുക്ക് എക്സ്പൊണൻഷ്യലി വെയർ ഹൗസിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോറിൽ അവർക്ക് ന്യൂ സ്റ്റോർ ഇട്ട് പോകുന്നതനുസരിച്ച് വെയർ ഹൗസ് ബാക്ക് എൻഡിൽ അത്രയും വേഗം വരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു സപ്ലൈ ചെയിൻ സ്മൂത്തനിങ്ങിന് ടൈം എടുക്കും. ഒരു പുതിയ ബ്രാൻഡ് നമ്മളെ പോലെ ഒരു വലിയൊരു ബ്രാൻഡ് വാട്ട് എവർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ബ്രാൻഡ്സോ ഒരു യൂണിലിവറിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ കുറേ കൂടെ സ്റ്റേബിളർ അറിയാവുന്നതുകൊണ്ട് നമ്മുടെയിലേക്ക് അതൊന്ന് മെച്യൂറായി കറക്റ്റ് സ്റ്റോക്കിംഗ് വരാനായിട്ട് ചിലപ്പോൾ ഒരു 4 to 5 months എടുക്കും. ബിക്കോസ് സെയിൽസ് ഇസ് ഗ്രോയിങ്, ദേ ടു ഫിഗർ ഔട്ട് വാട്ട് ദ സെയിൽസ് വിൽ ബി, ആൻഡ് ബി ബിക്കോസ് we are getting stocked out so that inventory ആ reorder level ഒക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് വരുന്നുണ്ടാവില്ല. That might be because of stock outs, but not really. But then our monthly sales will look smaller than what it is. But when they keep more, then it will increase a little bit. But then again there will be stock. So ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ കറക്റ്റ് ആവും. ഹോപ്പ്ഫുള്ളി ബിക്കോസ് വി ആർ ഡൂയിങ് റീസണബിളി വെൽ ഹിയർ, ദേ വിൽ ഹെൽപ്പ് us റോൾ ഔട്ട് ഇൻ അതർ റീജൻസ്. സിമിലർലി ദെൻ ദ അതർ ക്വിക്ക് കോമേഴ്സസ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വർക്ക് ആവുള്ളൂ. ഞാൻ ആമസോണിൽ ലിസ്റ്റഡ് ആണ്. ഞങ്ങളുടെ സ്കോട്ട് 5 liter മാത്രം ഇപ്പം. അത് ഞങ്ങൾ ചില പിൻ കോഡ്സിൽ 2-3 ഡിസ്ട്രിക്ട്സിൽ മാത്രം ഞങ്ങൾ പേഴ്സണലി ഡെലിവറി ചെയ്യണം. അതിനും എന്ന് വെച്ചാൽ നമുക്ക് 5 liter അല്ലെങ്കിൽ കൊറിയർ അയക്കാൻ കോസ്റ്റ്ലിയർ ദാൻ ദ പ്രോഡക്റ്റ്. സോ വി കനോട്ട് ഡു ഇ കോമേഴ്സ്, വി കൻ ഓൺലി ഡു ക്വിക്ക് കോം or offline. These are the two things that work. But Amazon, we're just doing, if somebody is really searching for the product, we still sell 2-3 in these 2 districts or 3 districts we deliver every day. Primarily, some people really want to try our product and it's not available. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. But we don't make any money on Amazon. We don't overall make too much money also. But what I'm saying is there, we don't specifically, but we're trying to service as many customers as possible. അപ്പോൾ ഈ സെപ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട്, ഓക്കെ, അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, വാട്ട് കൈൻഡ് ഓഫ് പെർസെൻറ്റേജ് കമ്മീഷൻ ഡു ദേ ടേക്ക്? I think it depends on the brand, but they are typically like any other modern trade. They are not unreasonable. No. It could range from 20 to 30% depending on. It's not really tough. It's more of them being gated. What they all want is velocity.
ഫാസ്റ്റായിട്ട് പോകുന്ന സാധനങ്ങളാണ് അവരെടുത്തോളൂ. ഓ ഇപ്പം നമ്മുടെ സ്ക്വാഡ് നല്ലോണം പോകുന്നുണ്ട്. അത് കാണിച്ച് നമ്മൾ ചിലപ്പം ബാക്കിയുള്ളടത്തും കയറാൻ ചാൻസ് ഉണ്ട്. ഞാനിവരെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ടാഗ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ. ഹോപ്പ്ഫുള്ളി സംഡേ. ഓ മേ ബി ഇവർക്ക് ചിലപ്പോൾ കേരള എന്ന റീജിയനിൽ മാറിയിട്ട് വേറെ റീജിയനിലേക്കും ഈ സ്ക്വാഡിനെ കൊണ്ടുപോകാൻ പറ്റില്ല ആക്ച്വലി. അവർക്ക് ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പ് ഡ്രിവൺ ആണല്ലോ. അപ്പോൾ ഡേ 0 തൊട്ട് പല ആൾക്കാർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലുലുവിൽ ഇവർക്കാർക്കും വന്നിട്ട് ഒരു ബ്രാൻഡിന് വന്നിട്ട് അത്ര എളുപ്പത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ എന്നാൽ ഇവൻച്വലി ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നമ്മളും ആ സൈഡിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻച്വലി ദേ ഷുഡ് everything is velocity. So I think India loves price and we are a very price sensitive brand with reasonably good quality. So given that background, I think we would wherever we put our products, it should perform. Because for example, in all the Lulu stores in Bangalore, in Coimbatore, in Hyderabad, in Lucknow, we do well. So Quickcom also, wherever we are there, we should do well. Is our guess. So അതറിയണമെങ്കിൽ they should list us and see. വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എനിക്കെന്ന് വെച്ചാൽ ഈ ആമസോൺ പോലത്തെ സ്ഥലത്തൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ദേ നോ വാട്ട് കൈൻഡ് ഓഫ് ഡേറ്റ ഹൗ മച്ച് ഓർഡേഴ്സ് ആർ കമ്മിങ് ഇൻ ആൻഡ് എവറിത്തിങ് അല്ലേ. അപ്പോൾ അവർക്ക് തന്നെ വേണമെങ്കിൽ ഓൺ പ്രൈവറ്റ് ആയിട്ടുള്ള ആമസോൺ They do that all the time. No? അപ്പോൾ സെപ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റമാർട്ടിന് അതുപോലത്തെ ഒരു റിസ്ക് ഇല്ലേ വെൻ വി പുട്ട് ഔട്ട് ഓക്കെ ഡിറ്റർജൻറ്റ് ഓൺ അവർ പ്ലാറ്റ്ഫോം ദെൻ ദേ കുഡ് കം ഔട്ട് ഓക്കെ മേക്ക് ദെയർ ഓൺ വേർഷൻ ഓഫ് ഇറ്റ് ആൻഡ് ദെൻ They could, but they could definitely do that. There's no question there. But it's like a supermarket, and you can be there, but there's a risk of private label. But why would you not be there as an option? You have to be there. If you're not there, somebody else is going to sell. യെസ് So our option exists in Illa. Just because somebody will do private label later, which they're already doing and they will continue to do. But when you're also building a brand, the brand will stay. But the private label will also get sales. But just because a private label might come and you're not selling a proprietary product, in our case, it's not a proprietary product. And it's not rocket science. It's chemicals. It works well. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിൽ വേറെ ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് ഇറ്റ് ബിക്കോസ് ദാറ്റ്സ് ഹൗ വി ഫിഗർ ഔട്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് നോബഡി എൽസ് ക്യാൻ റെപ്ലിക്കേറ്റ്. സംബഡി ക്യാൻ റെപ്ലിക്കേറ്റ് ദ പ്രോഡക്റ്റ് ഓൾസോ. അങ്ങനത്തെ ഒരു കേസിൽ ദർ ഇസ് നോ റീസൺ നോട്ട് ടു ഡു ഇറ്റ്. സോ വി വുഡ് ഡു ദാറ്റ്. ആൻഡ് ഓൾസോ if you build the relationship and if you're very strong on pricing, they have 100 other things to solve. This might not be a priority for them. They might get some share, but you'll also sell. That way, though, Amazon has got their own tissue brand, but Origami is still probably the largest seller there. But Presto, the brand that they have, must also be a very large brand. You cannot avoid that category just because they will launch. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു ആഡ് അല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8 കൊല്ലമായി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million of റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ. ഇത്രയും പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹൗ ഡു യു ബിൽഡ് ദ ടീം? എങ്ങനെയാണ് കറണ്ട് ടീം എങ്ങനെ സ്ട്രക്ചറിങ് ലുക്ക് ലൈക്ക്? So most of the I'm not an easy boss to work with. A little difficult boss. ഈ പോഡ്കാസ്റ്റ് ഒന്ന് ചിരിച്ചിരിക്കണല്ലോ, അല്ലാണ്ട് അല്ല അത് I mean I'm okay, but I'm not soft. ശരി ഇതാണ്. അപ്പം so people might find it a little difficult to work with me is there. പക്ഷേ once I stick, so everyone who's like heading all these different divisions and or part of finance or HR or whatever, എല്ലാവരും they've been there for long enough. So I think it's a conditional probability. If you stay for 1 year, then you'll stay for a really long time. So I have first a teething. If you're directly reporting to me, if you're working down, there's not a problem. So our team building ilana namukku oru 400 odd employees undu. So to build that team but now we have implemented a lot of tech. So from a distribution point of view, so I don't see us having to do too much of headcount increase, but to even double turnover, I don't think we'll have to increase headcount by more than 40 or 50 people. So
So it has shifted from a constraint of operations to a demand issue now. We have to figure out how to increase demand for or get better wallet share or market share. അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം. സോ ആ ടീം നമുക്ക് റീസണബിളി എംപവേർഡ് ആയിട്ട് കൊടുക്കുക. ബട്ട് still being a founder driven company, there's a lot of things that they will still come back to you because it's probably insurance for them, and it's also probably because of me not training the team as well as I should. But eventually, because I travel a lot of things get delegated. But MIs നോക്കിയും questions ചോദിച്ചും ഇതാവുന്നുണ്ട്. I think I reasonably let them do what they want, but it can be better. You also evolve as an entrepreneur as you go along. അപ്പോൾ ഒരു കറണ്ട് ഡേയിൽ ഹു ആർ ദ വൺസ് ഹു ആർ റിപ്പോർട്ടിംഗ് ടു യു ആൻഡ് ആ ഒരു സർക്കിൾ എങ്ങനെയാണ് ലുക്സ് ലൈക്ക്? The sales team reports to me, the sales manager, and it's mostly WhatsApp. I don't even have a laptop per se. It's counted to your website, to your podcast, but I'm saying I do everything on my phone. So I have Zoom meetings on my phone. I reply to messages on my phone. We don't have too many emails culture illa. So then either WhatsApp ellarum contact lana. Then all the different managers, some 10 or 15 of them across the group in various functions or in divisions, they either meet me or message me during the day depending on where I am. Mostly I sit in a White Law office, so those people, 4 or 5 of them there, is whom I meet almost every day. Everyone else is conversational on phone or messages is what happens. ഇതാണ് നമ്മുടെ ഒരു ഡേയിലുള്ളത്. രാഹുൽ ഇപ്പോൾ പല സെക്ടേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സോ ഹൗ ഡു യു മാനേജ് ആൻഡ് മേ ബി? ഐ തിങ്ക് അത് രണ്ടും ഡിഫറെൻറ്റ് ഹാറ്റ്സ് ആണ്. ഇപ്പം FMCGയിൽ പോകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന രീതി, ബിക്കോസ് യു ഹാവ് ലാർജർ ഗ്രോസ് മാർജിൻസ്, യു ക്യാൻ സ്പെൻഡ് മോർ. സ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇതിന് ഓപ്ഷൻ ഉള്ളൂ. അതിന് തോട്ട് പ്രോസസ്സ് വേറെയാണ്. ഡിസ്ട്രിബ്യൂഷനിൽ ഇറ്റ്സ് എ പ്യുവർ frugality and operational excellence kind of game you are playing. So other Indigo Airlines modelum, wherein your distribution business is about getting all small efficiencies into play in terms of reach, distribution, picking. എന്നാൽ എല്ലാവരും കണ്ട എല്ലാം ഇൻഡിവിജ്വലി അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷേ അത് കമ്പൈൻ ചെയ്ത് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അങ്ങനത്തെ ഒരു മോഡലിലാണ് ഡിസ്ട്രിബ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. Brandil is a little more different. You have to spend a lot of money. So then we realize spending is also limited. So you figure out how to maybe be the brand ambassador yourself by talking to people and being more visible. So അത് വേറെ രീതിയിൽ ചെയ്യുന്നു, ഇത് വേറെ രീതിയിൽ ചെയ്യുന്നു. ഇത് രണ്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ചെയിൻ റൺ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പല കമ്പനീസ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്തായിരിക്കും? ഇതിൻ്റെ അത് 2 റീസൺസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു റീസൺ വന്നിട്ട് പല പീസിനും കാണുന്നുണ്ട് ആൻസർ പറഞ്ഞ് ശീലമുള്ളതുകൊണ്ടാണ്. ഒന്നെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഫാർമസി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റേഞ്ച് കൂട്ടണമായിരുന്നു. ഇപ്പോൾ നമുക്ക് കമ്പനി A ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 5% മാർക്കറ്റ് ഷെയർ ആയിരുന്നു, നമുക്ക് B and C മിസ്സിംഗ് ആയിരുന്നു, ആ B and C ആഡ് ചെയ്യണമായിരുന്നു. പിന്നെ ഇവൻച്വലി D, E അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ പല കമ്പനീസ് ആഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനീഷ്യൽ വി അക്വയർഡ് അബൌട്ട് 10-11 entities in the last 6-7 years. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 4-5 എണ്ണം മേടിച്ചത് അല്ലെങ്കിൽ 6-7 എണ്ണം മേടിച്ചത് ഇതിനായിരുന്നു. To expand the scope of our products. ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വാക്സിൻ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ വാക്സിൻ കമ്പനി പ്രൊഡക്ട്സ് മാത്രം നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു ഓൺകോളജി ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്തു. ഈ റേഞ്ച് നമുക്ക് ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഫാർമ ലിങ്ക് എന്നെപ്പോൾ എന്നൊക്കെ പറഞ്ഞ് 2-3 entities മേടിച്ചതിൻ്റെ അകത്ത് വി ഹാഡ് ദ സെയിം കമ്പനീസ് ഓൾറെഡി ഇൻ ആ നെറ്റ്വർക്ക്. ഇൻക്രിമെൻ്റലി വി ഓൺലി ആഡഡ് ലിറ്റിൽ ബിറ്റ്, ബട്ട് ദെൻ വി ബോട്ട് ഫോർ ദോസ് കസ്റ്റമർ റിലേഷൻഷിപ്സ് ദേ ഹാഡ്. ആ കസ്റ്റമർ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് മേടിച്ചത്. But now if we were say to go to Thrissur or Palakkad and buy someone, then we would buy for having relationship with those 500 shops that they have. ഇവിടെ നിന്ന് പോയിട്ട് 0 എന്ന റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടാണ്. സോ വി ബൈ ദം today's scenario. Earlier was to get the brands or the products distribution. You get those relationship and then scale by increasing wallet share of the products you have there. Then by increasing products that you have there by talking to existing companies. And whatever is not there, cross-sell from Cochin. So our software lets us build from, say, Palakkad, if we had a Palakkad store, we don't currently. And then they would build there. If the product is not available there, because it will be a smaller distribution with, say, 20%, 25% of the products അവിടെ ഉണ്ടാവുള്ളൂ ഒരു കടയ്ക്ക് വേണ്ട. ബാക്കിയുള്ള പ്രൊഡക്ട്സ് ബാക്ക് എൻഡിൽ ഇവിടെ കൊച്ചിയിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബില്ല് ചെയ്ത് നമുക്ക് അവിടെ ആ നമുക്ക് ഭയങ്കര ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഇലക്ട്രിക് വെഹിക്കിളിലും എന്നാൽ ഐസ് വെഹിക്കിൾസിലും ലോങ് ഡിസ്റ്റൻസ് ഡെലിവറി ഉള്ള മോഡലും മൾട്ടി സ്പീഡിൽ ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ട്രെയിനിൽ കുറച്ച് കൊടുത്ത് വിടുന്നുണ്ട്, അങ്ങനെ പല രീതി ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇതും കൂടെ ഉള്ളതുകൊണ്ട് കസ്റ്റമറിന് നമുക്ക് 3x 4x വാലറ്റ് ഷെയർ ഫ്രം വാട്ട് ദ കറന്റ് ഡിസ്ട്രിബ്യൂട്ടർ ഹാഡ് നമുക്ക് ഈ അക്വിസിഷനൂടെ കിട്ടാം. അതിനും കൂടെ വേണ്ടിയായിരിക്കും ഇനിയുള്ള അക്വിസിഷൻസ് ചെയ്യാൻ പോകുന്നത്. ആ റിലേഷൻഷിപ്പിനും കൂടെ വേണ്ടിയാണ്. വി ആർ പ്രിറ്റി മച്ച് ബൈയിങ് സെയിൽസ്. ഒരു PE ഫേമിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കാരണം ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടല്ലോ, കുറേ ഹോസ്പിറ്റൽസിനൊക്കെ ഓരോ PE ഫണ്ടഡ് ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇവൻ നമ്മളെ ഇപ്പോൾ അടുത്തൊരു സ്റ്റോറി ഇട്ട സമയത്ത് സമ്മൺ വാസ് സെയിങ് ഇറ്റ്സ് ബാഡ് ഫോർ ദ എക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിനെ എങ്ങനെ പെർസീവ് ചെയ്യും? PE
funds in healthcare has had a lot of criticism globally also, which is somewhat true because you end up having to figure out how to be operationally efficient and make more money. So some pricing increase might happen. Yep. But from a Kerala context, PE is coming in. I was on a panel with one of the companies, one of the hospitals which raised. We have a great hospital set up in the government sector also. So there are a lot of people who can go there. And private also, there's a lot of dearth of beds nationally. Oh. ഇന്ത്യയിൽ വേണ്ടത്രയും ബെഡ്സ് ഇല്ല. ബെഡില്ല. ബെഡിന്റെ എണ്ണം കുറവാണ്. ലൈക്ക് ഹോസ്പിറ്റൽ ബെഡ്സ് കൂടുതൽ വേണം. അതിന് PE ഇൻവെസ്റ്റ്മെന്റ് വന്നാലേ നടക്കുള്ളൂ. സോ അങ്ങനെ വരുന്നതുകൊണ്ട് യെസ് ദർ ആർ സം പ്രോബ്ലംസ്. പീപ്പിൾ ആർ റൈറ്റ് ടു ക്രിട്ടിസൈസ്. ദർ കുഡ് ബി സം തിങ്സ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് മച്ച് നീഡഡ് ഇൻ ദ ഹെൽത്ത് കെയർ സെക്ടർ ടു എക്സ്പാൻഡ് കറന്റ്ലി. And then later we can figure out solutions. But in Kerala specifically, healthcare is on a per revenue, per bed and outcome based നോക്കി കഴിഞ്ഞാൽ it is one of the best. Is the best in the country compared to any metro. From its cost is probably 1/3. Outcome is probably better, or at least, I mean, it should probably be better. I don't have data to back me except for the pricing, but I'm sure outcome is at best equal or better. So ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന PE ഫേം വരുമ്പോൾ വാട്ട് വുഡ് ദാറ്റ് വേൾഡ് ലുക്ക് ലൈക്ക്? PE വരാൻ കാരണം PE വന്നില്ലെങ്കിൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. This is very clearly what we tell them. PE വന്നില്ല because we are profitable. We are not bleeding money in the distribution business. But PE വന്നാൽ നമുക്ക് ചിലപ്പം 5 വർഷം കൊണ്ട് സേ ഒരു 2,000 odd crores, 2,500 crores വിത്തൗട്ട് മണി എത്താമെങ്കിൽ വിത്ത് മണി നമുക്ക് എത്താവുന്ന 5,000 crores ആണ് നമ്മൾ ഈ PE യോട് പറയുന്നത് തന്നെ. നമ്മളൊരു ഫണ്ടിനോട് സംസാരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ there are 2 or 3 players which are consolidating. One is Apollo has got pharmacy distribution. Then there is Entero, which is a listed company. And there is one more company which is Pharmacy-ka subsidiary. So നമ്മൾ ഈ 4-5 പ്ലേയേഴ്സിൽ ഒന്നായാൽ മാത്രമാണ് നമുക്ക് നാഷണലി റെലവൻസ് വരുള്ളൂ. അതാണ്. അല്ലാതെ ഇപ്പോൾ 2,000 കോടി ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു മാർജിൻ 3-4% കിട്ടിയാലും ഒരു മാർജിൻ കിട്ടും. അതിൻ്റെ പ്രോഫിറ്റിനേക്കാൾ ഉപരി യു ഹാവ് ടു ബി റെലവൻറ്റ് ഓൾസോ. സോ ഇഫ് യു വാണ്ട് ടു ബി റെലവൻറ്റ് ദെൻ യു നീഡ് ഹാവ് സ്കെയിൽ. ആൻഡ് ടു ഹാവ് സ്കെയിൽ ഇൻ ദിസ് ബിസിനസ് ക്യാപിറ്റലാണ് നമ്മുടെ റോ മെറ്റീരിയൽ. അപ്പോൾ ആ ക്യാപിറ്റൽ കിട്ടാനായിട്ട് നമുക്കിപ്പം ഇന്റേണൽ അക്രൂവൽസ് കൂടി ഇത്രയൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകാം. നമുക്കൊരു റെലവൻസും നാഷണലി ഇഫ് യു വാണ്ട് എ സീറ്റ് ഓൺ ദ ടേബിൾ സോ ദാറ്റ് യു ക്യാൻ ഡു ബെറ്റർ ഡീൽസ് ഓർ whatever. So അത് വേണമെങ്കിൽ then you need to probably take money. Hence we are considering it. So imagine ആ ഒരു ഗോൾ എത്തി. Would you think you have your own branded things coming into the picture like heel brand or അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? Yeah, so I think improving margins in the distribution business might be a thing that you have to do. So you might do private label of say hot water bags or cotton, or you need to figure out products which are uncomplicated but can have say digital thermometer. We need to figure that out, but that's maybe at a later stage, not now. Okay. But since we have heel, we can always probably leverage it. Yeah, correct. നിങ്ങൾക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രൊഡക്ട്സിൽ അതിൻ്റെ സെയിൽ പ്ലാൻ ചെയ്യാൻ എന്തെങ്കിലും പ്രൊഡിക്ഷൻ അൽഗോറിതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസോ ഈവൻ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു I'm sure there are proper tools out there in the market. But for us, because for example in pharma കുറേ seasonal products ഉണ്ട്. In FMCG like cleaning products is very seasonal during monsoons. ഇതിലിപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. പക്ഷേ people are very we sell a lot more soap during summers because people take baths more. Okay. And we sell a lot more cleaning products and bleaching powder and phenol and floor cleaner and everything during monsoon. Like why? Like I think because we walk in with wet shoes, or I genuinely don't have the correct insight. But you clean your house much more often during rainy season. Because maybe people പല ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ വെള്ളം കയറുന്നുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ ചെരുപ്പിട്ട് കയറുന്നുണ്ടാവാം. പല റീസൺസ് കൊണ്ട്, അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് അസുഖം പിടിക്കുന്നത് സീസണലി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള സമയമാണ്. സോ പീപ്പിൾ ടെൻഡ് ടു ബി എ ലിറ്റിൽ ബിറ്റ് മോർ, ദേ സ്പെൻഡ് എ ലോട്ട് മോർ ഓൺ ക്ലീനിങ്. സോ we look at last year. We normally look at last 2 months, 1 month data trending and then plan inventory, especially in pharma. But during these times, we either look at previous year's data and figure out what could be the demand and then see that. And what other things we do is sometimes we look at 3-4 days sales. Okay. And then predict and manage inventory for the next 30 days rather than look at 60 days, because 60 days average is skewed. അത് കറക്റ്റ് ആയിരിക്കില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ 3-4 ഇപ്പം പ്രിക്ലീറ്റ് പൗഡർ ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി തൊട്ടായിരിക്കും പോയി തുടങ്ങിയത്. കഴിഞ്ഞ 60 ഡേയ്സിൻ്റെ സെയിൽ എടുത്ത 45 ദിവസം ഡെഡ് ആയിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നില്ല. നമ്മുടെ ആ ഡേറ്റ വിൽ നോട്ട് വർക്ക്, ലൈക്ക് ഓർ ദ ഫോർമുല വിൽ നോട്ട് വർക്ക് ആസ് വി വാണ്ട് ടു വർക്ക്. ദിസ് ഇസ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ് ഫോം. സോ വി ലുക്ക് at last 5-10 days sales trending, and then based on that we place orders. And when we know next month is when peak sales should ideally happen for prickly heat, we would keep more than the number of days we would normally keep, because the trending is only going upwards. ഇതിൻ്റെ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെന്ററി ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞാൽ ഒരു ക്ലിഫിൽ നിന്ന് വീഴുന്ന പോലെ പിന്നെ സെയിലില്ല. പക്ഷേ ഇതിന് വാലിഡിറ്റി 3 years ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം വിൽക്കാം. അപ്പോൾ അതുകൊണ്ട് വി കാൺ ഓവർ ഓർഡർ, ആൻഡ് ദിസ് വിൽ നോ കമ്പനി ക്യാൻ പ്രെഡിക്ട് ദിസ് ക്വൈറ്റ് വെൽ അറ്റ് ദ കമ്പനി ബ്രാൻഡ് ലെവൽ. പല പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവും.
So if you have to avoid stock out, they need to keep more. നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതുകൊണ്ട് നമ്മുടെ സെയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണത്. വി err on the side of higher stock in the beginning, and towards when this you know this is going to end, you start being conservative and doing GIT stocks. മനോരമേൻ്റെ ഒരു എലവേറ്റ് പരിപാടി കണ്ടായിരുന്നു. ഇപ്പോൾ ഷാർക്ക് ടാങ്ക് ഇന്ത്യ ചെയ്യണ പോലത്തെ ഒരു ലോക്കൽ റീജിയണൽ വേർഷനാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ ഡിസിഷൻ എടുക്കണമല്ലോ. ഹൗ ക്യാൻ യു മേക്ക് ദാറ്റ് ക്വിക്ക് ഡിസിഷൻ ടു വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദം ഓർ നോട്ട്? ആ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു തോട്ട്സ് ഷെയറിങ്സ്? First of all, every investment is subject to due diligence, right? So I think everyone there understands that, even from the investee point of view. അപ്പോൾ ആ ഡ്യൂ ഡിലിജൻസിൻ്റെ അതൊരു ഭാഗമാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം അതൊരു കാരണമാണ്. രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അവിടെ തന്നെ പല ക്വസ്റ്റ്യൻസും. ഈ സബ്ജക്റ്റ് വാട്ട് ദിയർ സേയിങ് കറക്റ്റാണ് നമുക്ക് ചെയ്യാം. പിന്നെ തേർഡ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പ്യുവർലി ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. ഇത് കുറേ സോഷ്യൽ കോസ്റ്റും ഇതിൻ്റെ അകത്ത് എൻ്റെ പെർസ്പെക്റ്റീവിലുണ്ട്. ചിലപ്പം പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ അവിടെ പാനലിൽ തന്നെ ഉള്ളവർക്കും പലവർക്കും പല രീതിയിലായിരിക്കാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ഓൺലി റൈറ്റ് ദാറ്റ് വി സപ്പോർട്ട് ഇൻ സം വേ. ഇപ്പോൾ ഒരു ഹൽവ കമ്പനി ഫുൾവ എന്ന് പറഞ്ഞ കോഴിക്കോടൻ കസിൻസ് പറഞ്ഞാൽ പിള്ളേരുടെ കമ്പനിയിൽ ഞാൻ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാനൊരു 10 lakhs പറഞ്ഞു. അപ്പോഴാണ് പിന്നെ വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജെയിനിലെ ടോം പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പം അതൊരു എൻ്റെ മൈൻഡിൽ ആക്ച്വലി ഒരു ഗ്രാൻഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു 10 or 15-20 lakhs ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. പക്ഷേ many of them have to at least, net they should all make enough money to cover for investment in the long term, hopefully. But more importantly, if we don't support the startup ecosystem as a community, as Manorama or as investors or the whole community as such, how will we have no right to speak. People have helped all of us in different ways at different points of time. And I think it is only right that we try to do what we can to help. Which can be mentoring also. It need not just be money, because money-നേക്കാളും ഉപരി പല കമ്പനികൾക്കും മെൻറ്ററിങ് ആയിരിക്കും ചിലപ്പോൾ ആവശ്യം. യെസ് ട്രൂ. അതിന് വേറെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ? ആ പ്രോഗ്രാമിൽ ഇപ്പം ഒഫീഷ്യലി 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർ വരട്ടെ. അൺഒഫീഷ്യലി നമുക്ക് പോഡ്കാസ്റ്റ് ഓഡിയൻസിന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ആയിട്ടുണ്ട്. 2 ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവർ വരുമ്പോഴാണ് പറയേണ്ടത്. പക്ഷെ മൊത്തം ഒരു ഡീസെൻറ്റ് എമൗണ്ട് ഓഫ് മണി ഹാസ് ബീൻ pumped into close to 10 startups, I think. എത്ര എമൗണ്ട് രാഹുൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50 lakhs അടുത്തുള്ള ടോട്ടൽ. ചിലവരുടെ ടോമിൻ്റെ ഐ തിങ്ക് ഇസ് മച്ച് ഹയർ. അപ്പം ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എമൗണ്ട്സ്. ബട്ട് അതൊരു റിയാലിറ്റി ഷോ ആണോ മോർ ഓഫ് ഒരു വാട്ട് ഈസ് യുവർ ഫ്രം ബിഹൈൻഡ്? ആക്ച്വലി when they asked us, when the Manorama management asked us to do this at MassMe, ഞാനിതൊരു ഓൺലൈൻ ഷോ ആണ്, ഒരു പല പാനൽസിൽ പോകുന്ന പോലെ ഉണ്ടാവും എന്നുള്ള ഇത്രയും സ്കെയിലിൽ ഇത് ഉണ്ടാവും സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ്ലി, ക്വാളിറ്റി ഓഫ് സ്റ്റാർട്ടപ്സ് വരാൻ പോകുന്നത് അത്രയും ഉണ്ടാവും എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ബ്രഹ്മ എന്ന് പറഞ്ഞൊരു നല്ലോണം ഗ്രൂം ചെയ്തു. 10-500 വരുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഐഡിയാസ് മെനി വെർ വെരി നൈസ്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വെർ വെരി quite good. Some of them were already known to me through so informally also. ഞാൻ പറഞ്ഞത് it was very honestly a better than expected experience for me, and I'm sure for others, including Manorama, because ee quality vannalalle rasollu. If it was so I think there is some reality show to it, but I don't think there is some music. That is what people are commenting. There is some music. I think generally there is not too much drama. It has been reasonably fair, and we have kept it very genuine. The decisions have been made on the show at that point of time. It's not been pre-decided. I think that any Mallu can make out of it. So adu nammal cheyidekkunnund. I think it is good. And more importantly, reality show vole aanengilum entrepreneurship is slowly being celebrated. Yes. From being looked down upon. So I think that is something that is good. Because without entrepreneurs, the state or the region cannot grow. Yep. And if you are celebrating entrepreneurs and recognizing these startups, there has to be some value. Yes. And hopefully next year maybe 5,000 people apply. I don't know. So I think it's been good. And if that reduces the friction that people have to start up because of immediate family and stuff, then this is a good thing to happen. ഞാൻ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത്, ഷാർക്ക് ടാങ്ക് ഇന്ത്യയിലുള്ള ആ ഷോ എന്ന് പറഞ്ഞ സമയത്ത് ഈവൻ പല ഹോംലി അല്ലെങ്കിൽ വീട്ടിലുള്ള ഡിസ്കഷൻസൊക്കെ അതിനെ പറ്റിയായി. ഈവൻ ആസ് പീപ്പിൾ വാച്ചിങ് ഇറ്റ്, അതൊരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹോൾ അക്രോസ് ഇന്ത്യ. ഈവൻ അത് കുറേ ഒന്നും ഹിന്ദിയിലാണെങ്കിലും നമുക്കധികം മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് ഓഡിയൻസ് ആണെങ്കിലും. ബട്ട് ഇഫ് ഇറ്റ് കംസ് ടു മലയാളം, ഐ മീൻ റീജിയണൽ, അല്ലെങ്കിൽ ഈവൻ തമിഴിലും ഏതൊക്കെയോ ഇതുണ്ടല്ലോ. അപ്പോൾ റീജിയണൽ ബേസ്ഡ് ഷാർക്ക് ടാങ്ക് ഷോസ് കൈൻഡ് ഓഫ് സിമിലർ സാധനം, ക്യാൻ ഇറ്റ് റിയലി ടിക്ക് ഓഫ് ഇൻ മേ ബി? I think significant people, a percentage of people in
Kerala or Tamil Nadu cannot understand Hindi in the way they want to understand. Yeah. They might be able to understand basic Hindi, many of us can, but you will not enjoy it. യെസ്, You will not enjoy the conversation at that level. നമുക്ക് ആ മലയാളം റിലേറ്റബിലിറ്റി തിങ് റിലേറ്റബിലിറ്റിയും ആ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമ്മൾ ഓരോ വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടിയാൽ പോലും ചിലപ്പോൾ മനസ്സിലാവില്ല. ആ ഒരു കോണ്ടെക്സ്റ്റും വരണം. ഐ തിങ്ക് regional shows are great. More number of shows are probably good. Yeah. And regional shows are definitely good. And that is how it can reach more people. യെസ്. I mean, how would you run a Tamil program in Delhi? It will not work, right? So similarly, I think in Kerala, even though people loosely understand it, regional shows will work in Tamil Nadu, Kerala, Andhra, wherever they do. Too much drama will definitely not work in Kerala. Yeah. That's my feeling. But whereas the other shows where it's probably linked to the movies. Yeah. The movies in Kerala are typically more serious, whereas other regional movies might not be that serious. So, and that is what's liked by the audience. So I think you have to play to your audience, and I think the Kerala crowd is very നോൺ ബുൾഷിറ്റി ക്രൗഡ്. non-bullshitty and very critical crowd. So you can't, even if you do everything right, there'll be like 5 people who will still say a lot of things. So that's difficult. But then you have to get used to that. ഇൻട്രസ്റ്റിംഗ്. വേറെ എന്ത് എക്സ്പീരിയൻസ് ആണ് ഫ്രം ദ പോയിന്റ് ഓഫ് ജഡ്ജ് ഓൺ ദാറ്റ് ഷോ ഹാവ് യു വിറ്റ്നസ്ഡ്? നമുക്ക് കാണുന്ന ചിലുണ്ടല്ലോ, നമുക്ക് ഷാർക്കൊന്നും ആവാൻ പറ്റത്തില്ല. പറയുന്ന പോലെയല്ല, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷവും ഭയങ്കര എമ്പത്തി വരും. ബിക്കോസ് വി നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. പല പ്രാവശ്യം ഫാമിലീസ് ആയിരിക്കും വരുന്നത്. പലവർക്കും അങ്ങനെ കഥ പറയാൻ വേണ്ടി പറയുന്ന കഥയൊന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാവരും പറയുന്നതിൻ്റെ നമുക്കറിയാം. സങ്കടം എന്ന് വെച്ചാൽ ഇങ്ങനെ ദർ ഇസ് നോ ഇമോഷണൽ പാർട്ട് ടു ഇറ്റ്. ജസ്റ്റ് യു ഫീൽ ഫോർ ദം. ആ ഫീൽ നമുക്ക് പലപ്പോഴും വരും. അത് ഏത് സ്റ്റാർട്ടപ്പിൽ കണ്ടാലും വരും. പക്ഷെ നമ്മളും ഒരു ഗ്രോയിങ് കമ്പനിയാണല്ലോ. നമുക്ക് ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ചെയ്യാനായിട്ട്. ഐ മീൻ വി വുഡ് ലവ് ടു ഗിവ് സം മണി ടു എവറി വൺ, ബട്ട് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. സോ that is a tough part. So to restrain yourself from putting money too much, because unless you are in that stage where you only have to deploy cash, that's a different mindset. Right now, when we need money, we have to also figure out how to be. Capital is scarce. We cannot keep giving it away. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ആസ് എ ജഡ്ജിൽ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എന്തെങ്കിലും ഒരു മാത്ത് പറയുമ്പോൾ യു കൈൻഡ് ഓഫ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് യു വിൽ കം ഔട്ട് ഫാസ്റ്റ്. ഈവൻ ആരൊക്കെയോ ഫോൺ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യു കുഡ് കം ഔട്ട് ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു ഐ തിങ്ക് യു ഹാവ് ഹൈ IQ. ഹാവ് യു എവർ ടെസ്റ്റഡ് യുവർ IQ? എടാ കള്ള. Yeah, I have a decent IQ. It keeps varying depending on tests, but yeah, it's in the top percentiles. ഒരു ഷോ, റിയാലിറ്റി ഷോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒപ്പം തന്നെ അല്ലാണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പേഴ്സണൽ കപ്പാസിറ്റി. അപ്പോൾ അതിൽ തമ്മിൽ വ്യത്യാസം എന്താണ് ആക്ച്വലി? പേഴ്സണൽ കപ്പാസിറ്റിയിൽ ചെയ്യുമ്പം ടിപ്പിക്കലി നമ്മൾ നോക്കുന്ന കൂടെ ആരോ കോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നല്ലോണം നോക്കാറുണ്ട്, നമ്മുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ. അപ്പോൾ അതിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലും അധികം പ്രൈവറ്റ് എന്താ പറയുക, ഈ ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൽ വലിയ പ്രൊളിഫിക് അല്ല ഞാൻ. ഒരു ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയാത്ത സെക്ടറാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയാവുന്ന ഒരാൾ സിഗ്നലിംഗ് തരുന്ന പോലെ ആ കേരള ഏഞ്ചൽ നെറ്റ്വർക്കിൽ പല സെക്ടർ എക്സ്പെർട്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരാരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വരുമ്പം ടിപ്പിക്കലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് എനിക്കറിയാവുന്ന സെക്ടറിലാണ്. അപ്പോൾ എനിക്ക് കൂടുതലും അറിയാവുന്നത് FMCG അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് ഹൽവയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഒരു കോൺസെപ്റ്റ് തോന്നിയാലും ട്രാവൽ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ചെയ്തു. പക്ഷേ സബ്ജക്ട് ടു സർട്ടൻ മെട്രിക്സ് ബീങ് മെറ്റ്. സോ അത് നമുക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതിൽ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഏഞ്ചൽ നെറ്റ്വർക്കിൽ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ കോ ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു ഫുട്ബോൾ ടർഫിൽ അത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. വി ഹാഡ് ടു ഇവൻച്വലി ടേക്ക് ഇറ്റ് ഓവർ. വേറെ സ്പോർട്സ് ട്രെയിനിങ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. സ്പോർട്ട് വുഡ് എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഹൈദരാബാദ് FC ഒക്കെ പാർട്ട്ണറാണ്. ആ കമ്പനിയിൽ എൻ്റെ ഒരു IM ജൂനിയർ അവൻ, അതിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ സ്പോർട്സിൽ നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നെങ്കിൽ പാഷൻ ഉണ്ടാവണം and you hopefully make some money, but then you have to be very clear what is passion and what is money. Because I don't think unless you are a professional early stage VC, looking at angel as a great ROI method might not necessarily work. Making some money and being impactful in that society is probably the way you should look at it. Is how I feel. Yes, you should also make money. Your numbers at the stage of investment should look sensible. But only making money, there are probably easier and less riskier ways to make money. CAN സംഭവമുണ്ട്, കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. അപ്പോൾ അതിലൊരു ഡീൽ സോഴ്സിങ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ ആ ഒരു CAN ഓർഗനൈസേഷൻ പറ്റി പറയാനാണെങ്കിലും ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് CAN ഹാസ് ഡൺ ആൻഡ് യു പേഴ്സണലി ഹാവ് ഡൺ. So CAN, I have invested I think in about 5 companies through CAN so far, and CAN must have done maybe close to 15 or 20. I don't know the exact numbers, but something close to that. Right now, Eldos is the investment manager, and me and a couple of others are part of the deal sourcing committee. We try to look at
ആസ് മെനി ഡീൽസ് ആസ് പോസിബിൾ. പക്ഷെ നമ്മുടെ ഒരു ടിപ്പിക്കൽ ക്യാൻ മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ജനറേഷൻ ബിസിനസ് ആയിരിക്കും. ഓൾഡ് സ്കൂൾ ബിസിനസ് ആണ്. ടെക്കിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ദ തോട്ട് പ്രോസസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് അവിടെ. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ ട്രഡീഷണൽ ബിസിനസ്സസ് ആൻഡ് ഹാവ് ആക്ച്വലി എ ലോട്ട് ഓഫ് സർപ്ലസ് മണി ടു ഇൻവെസ്റ്റ്. ബട്ട് പീപ്പിൾ ലുക്ക് അറ്റ് some lead to be there. Some person from that particular sector to vet it and say it's all based on trust. So there's a lot of bandwagon kind of feel. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് കൺവിക്ഷനോടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ typically the others follow with a 5 lakh 10 lakh rupee check. And there has been recently a company which I did not invest in. It's called Roche AI, which is autonomous driving here. I think a few crores has been transferred or committed, which is probably happening right now. And there's a company called Cooked. Again, I'm not part of that company called Cooked, which is into food, packaged food. And I think they're raising VC money right now. I'm also I have invested in a company called Goofy Tales, which is pet food. And they just got a term sheet, or they're going to close with Wipro. So different people are getting different this thing. So I think some of them are doing well. Whole objective is for the ecosystem to do better. We don't really look at idea stage yet, because unless somebody from the network is championing it and saying, okay, we'll put money, it's more people understand there is some revenue, few lakhs, 2-3 lakhs. And we encourage people to take friends and family money, because that's a signal. എന്നിട്ട് ഫ്യൂ ലാക്സ് എത്തിയിട്ട് നമ്മുടെ അടുത്ത് വരാനാണ് പറയുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ സംടൈംസ് ക്രിട്ടിസൈസ് us for that. We are okay to look, but then we need a champion. We don't necessarily understand certain places where അത്രയും റിസ്ക് ഉള്ള ക്യാപിറ്റൽ ഇടാനായിട്ട് ഇത് തന്നെ റിസ്ക് ആണല്ലോ. അപ്പം അത് ഇപ്പോൾ ഇടുന്നില്ല. ബട്ട് ഐ എം ഷുവർ ഇഫ് ദർ ആർ സം ഐഡിയാസ് മേ ബി ദേ വുഡ്. മേക്സ് സെൻസ്. അപ്പോൾ ക്യാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടേംസ് വരുന്നത്? ഈ നേരത്തെ ക്യാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ഏഞ്ചൽ ഇതിൽ നമ്മൾ ക്യാപ് ടേബിളിൽ കയറുമായിരുന്നു. എല്ലാവരും ഇൻവെസ്റ്ററായിട്ട് കയറുമായിരുന്നു. ഇപ്പം നമ്മളൊരു സിൻഡിക്കേറ്റ് ഫോം ആക്കി, വിച്ച് ഇസ് യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ റൗണ്ട്സ് ആൻഡ് ഇൻ ഓൾ വേസ് ഇറ്റ്സ് ബെനിഫിഷ്യൽ. അപ്പം ഒരു സിൻഡിക്കേറ്റ് വഴിയാണ് നമ്മൾ, ലീഡ് ഏഞ്ചൽസ് വഴിയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാപ് ടേബിൾ എൻട്രി ഉള്ളൂ. അത് ഫസ്റ്റ്. നമ്മൾ പൊതുവെ സ്ട്രേറ്റ് ഇക്വിറ്റിക്കാണ് പോകുന്നത്. അല്ലാതെ കൺവേർട്ടബിൾസിലൊക്കെ വളരെ ചുരുക്കമാണ് പോകുന്നത്. ഇപ്പോൾ ഗൂഫി ഡീൽസിലൊക്കെ എനിക്ക് തോന്നുന്നു കൺവേർട്ടബിളിലാണ് പോയേക്കുന്നത്. പക്ഷേ പൊതുവേ നമ്മൾ സ്ട്രേറ്റ് ഇക്വിറ്റിയാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ ഇന്ത്യ ബേസ്ഡ് കമ്പനീസിനോടാണ് മിക്കവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഡെലവെയർ ആൻഡ് all those later on you might need to flip it. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് we typically encourage to invest in this in India based companies and in companies with some revenue. And straight equity through the syndicate. In the recent past, it's all been syndicate because it's useful for the startup to have less number of people on the cap table. Makes sense. ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 hour ആയിട്ട് നമ്മൾ രാഹുലിൻ്റെ ജേർണി കവർ ചെയ്തു. ഹീൽ എന്ന ബ്രാൻഡ്, ഇവൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിനെ പറ്റിയും, ഇവൻ ക്യുക്കമേഴ്സ്, ഇവൻ റണ്ണിങ് ആസ് എ ഷാക്ക് ഇൻ മനോരമ എലവേറ്റ് ഇവൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് നൗ കംസ് ടു റാപ്പിഡ് റൗണ്ട്. Okay, so some of the books that you read and recommend to the audience. I think I read a lot of boring management books. I love them. Some of the books that I would recommend is Why We Buy is a book that is for if you're interested in why people buy psychology and FMCG. Think Fast and Slow is one book. That is another good book. Daniel, can I mean that person who just passed recently. And then I like to read all Michael Porter books, which is boring for most people. But I like competitive strategy and everything on competition. It is just like, so this is what I like to read. And all your Outliers and all those books also I like to read. Anything that has got some kind of psychology yet practicality to link to it, or economics, I like to read. And I used to read a lot of fiction, but less so now. When do you find the time to read? If you like something, you'll always find time. So, but these days it's been little less, more because of priority issue, time issue. But I would read early mornings. I would read when I travel. I would read anytime there is a gap. So it is not very difficult to read. Or in the evenings, if you want to really read, you can always have time. If you want to do what you like, you have a lot of time. If you can watch OTT, then you have time. So you have to just prioritize. But now maybe OTT has taken away a little bit of my reading time also. Podcasts you listen to? I listen to a lot of psychology podcasts and also health on Huberman is what I listen to. Yes. Spotify I listen to something or the other all the time. And because I play sport a bit, not very good amateur sport, so I listen sports psychology kuda kekkum, because team sports are kalikkunne, racket sports kalikkumbom namukku kaliyo limitation undu. Might as well try and be figure out how to be better mentally. What are the other activities you do in getting the mind sharp? I think I started wearing Whoop recently. Because of Whoop, I start tracking a lot of things. So I have a journal and wherein I track whether. So because of that now,
I take a lot of supplements like magnesium, zinc, and vitamin C, all that. Then I try to do breathing and meditation stuff possible. Try to use less of the phone during the night, stuff like that. I think, and also eating healthy. I figure like there's some. So there's a journey towards health. The Whoop has helped, and meditation, even if it's 5-10 minutes, or mindfulness, breathing, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. And all these supplements, ashwagandha, curcumin, all these together, I think is useful. And you can get a lot of causation with your recovery and this very easily when you do this. So other, I think, has been useful. Playing sport is very important because it's the de-stressor. You build a lot of non-judgmental friends, so to speak. അധികം നമ്മളെ വേറെ ഒന്നിനും ജഡ്ജ് ചെയ്യില്ല, നമ്മുടെ കളി മാത്രം നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ചെയ്യും. I play badminton and paddle. പാഡിൽ ഉണ്ടല്ലേ? പാഡിൽ ഇവിടെ കൊച്ചിയിൽ അധികം ഫേമസ് ആയിട്ടില്ലല്ലോ, ഐ തിങ്ക്. I തുടങ്ങി തോന്നുന്നു. It's a very addictive sport if you are into it. So it's like കളിക്കുന്നവർ ഭയങ്കര സ്റ്റിക്കിയാണ്. They play all the time. അപ്പം people who play. Maybe there are 200 players in Kerala right now, or Cochin right now. ഓക്കെ. ഞാൻ ബാംഗ്ലൂരും മറ്റേ ഡൽഹിയിലൊക്കെ നല്ല, മുംബൈയിലൊക്കെ നല്ല ആക്റ്റീവ് ആണ്. പിക്കിൾ ബോളും പോപ്പുലർ ആണ്. ഇവിടെ പിക്കിൾ ബോളും പല സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. പാഡിൽ ഇപ്പോൾ ഒരു 4 കോട്ട്, ഐ തിങ്ക് more courts are coming. It is very nice sport for something I like. And badminton also something I play, but I'm not good at badminton. Paddle I'm okay. And about the travel, I heard you are like a voracious traveler. I think every travel, what countries have you been to? Some of the travel experiences share ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. Yeah, so I like to do, it's like bucket list kind of thing. So I have been for the Wimbledon finals in 2022. I went for 2018 Russia World Cup. I had the Manchester ticket for India-Pakistan, but I couldn't go in 2019. So I try to do these things one. From an interesting point of view, I think Machu Picchu has been a very good. Machu Picchu in Peru has been very. It has a very nice experience because എന്താ സംഭവം അത് മാച്ചു പിച്ചു? It's an old 15th 16th centuryയുടെ ഒരു സിവിലൈസേഷൻ്റെ ബിൽഡിങ്സ് റൂയിൻസ് ഉള്ള കുറേ സ്റ്റെപ്പ് കയറണം. ദാറ്റ് ഡേ ഐ റിമെമ്പർ ഐ ക്ലൈംബ് സം 90 floors on my Apple Watch or phone. So that was a very nice experience. Then recently with friends in 22 I think, we went to Annapurna and did the trek. Unfortunately there were landslides, so we had to be evacuated by helicopter. And maybe my fitness was tested there, and I realized I need to be a lot fitter. Now I'm on a journey, so hopefully in 1 or 2 years I'll become. എത്ര കൺട്രീസ് പോയിട്ടുണ്ട് in terms of? 50 odd countries I've been to. Wow. All continents. Except Antarctica. I've been to North, South, and Europe, and Africa, and Australia, and obviously Asia, because we are here. Antarctica is the only place that I think my friends have gone, and they tell you that it's very interesting, and you would realize there are so many shades of white. When you go there, it's a great place to be. It's a different place to be. I don't know if it's great. It's a different. Depends on what you like. So you need to go on these ships from Argentina or Chile or those places down. So that's something that I might do eventually. But yeah, mostly it's been for work. And also, yeah. Have you backpacked across Europe? I want. So this is one of the few regrets I have in life is that, right after college, I had some money because of the internship, but I did not do backpacking because I thought business is തുടങ്ങിയിട്ട് പിന്നെ backpack ചെയ്യണം. That was a regret because you should do that things when you can. So now though, not backpack, but all my trips are on a shoestring. So I only travel economy. I don't fly business. And, I try cheapest possible airlines. So yeah. I have done it 2 months backtrapping in Europe. I'm sure it's a great experience. You meet a lot of friends. And yes, pretty good. Worth recommending as well. I think so. I mean, that's one of my few regrets. But yeah. Okay. Next comes to the KPH podcast where എല്ലാ ഗസ്റ്റോടും ചോദിക്കുന്നതാണ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ്. ഹൗ ഡു യു ബാലൻസ് ദീസ് 3 things in your life? In terms of health പറയുകയാണെങ്കിൽ, how do you, കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു, but you can explain more into your health journey as well. Health, because I don't drink, I don't smoke, I sleep on time. These 3 things are always okay. But I think... What time do you sleep? I normally sleep by around 10ish, 9:30, 10. So, but these days maybe it's 10:30, 11, but it's like never more than 10:30, 11. And you wake up at around 5:30, 6. That's the kind of time. But tomorrow I'm flying at 6 o'clock, so I'll be up at 4. But I'm saying typically I would get up at 5:30, 6. I don't need an alarm. I'll just get up. So that's how it works. So on the sleep, alcohol, smoking. This 3 as per idana. Food had to be better. So now I have a nutrition
someone who helps me with nutrition. The team that Aura Health helps me with ഓ nutrition. റിംഗ് ഉണ്ട്. Ring അല്ല, Aura എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പനി ഉണ്ട്. ഓ They run nutrition. Aura ring ഇല്ല, Whoop മാത്രമേ ഉള്ളൂ. അപ്പം that is one. Then Whoop is helping. Then I have some kind of mobility training and gym. I do that. Then paddle, I have coaching for paddle. I go for paddle coaching. And then I play badminton also. So, and these things to, and then I have Volts physio once a week. I go for physio also with a guy called Rakesh. So, like, because you're playing 2-3 hours a day, you end up having soreness and that. So, I'm treating the body like a company. I mentioned this somewhere. So, I think it's a 360-degree attack on it to become fitter. So, I've lost some 8-9 kilos over the last 6 months. Another 15-20 kilos to go maybe in a year and a half. Slow, but consistently it should go down, hopefully. ആ ഒരു ഫിറ്റ് ആവുന്ന റിയലൈസേഷൻ എപ്പോഴാണ് വന്നത്? റിയലൈസേഷൻ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയിട്ട് നടക്കുന്നില്ലായിരുന്നു. ഇപ്പം ഈ പാഡിൽ കളിക്കാൻ പറ്റിയപ്പോഴത്തേക്കുള്ളതാണ് എനിക്ക് ആക്ച്വലി വെയിറ്റ് കുറഞ്ഞു തുടങ്ങി. ആൾക്കാർ പറയും പാഡിൽ കളിച്ചിട്ട് വെയിറ്റ് കുറയില്ലാന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ 2-3 മണിക്കൂർ കളിക്കുമ്പോൾ ലൈറ്റ് കാർഡിയോ ആയിട്ട് എടുത്താലും മതി. പക്ഷേ എനിക്ക് കുറഞ്ഞു തുടങ്ങി. Okay. I mean, I forgot to ask, what is your day in a life looks like? Morning 5:30 എഴുന്നേറ്റിട്ട് what is the next set of activities? ഇന്നലെ മിനിയാന്ന് ദുബായിൽ നിന്ന് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഉറങ്ങിയത് ശരിയായിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലി 6 o'clock എഴുന്നേക്കും. ആദ്യം ഒരു 4-5 മാസം മുമ്പ് ഒരു 13 പത്രങ്ങളുണ്ടായിരുന്നു. I go through all 13 പത്രം looking for ads primarily for Heal. To understand other ads and read some of the papers, not read all of them. But now that is kind of off. So I get up 6:30. I'll go for a match. I'll go play paddle or something at 6:30. If paddle is not there, then 7:30 typically we have badminton. ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ ടീം ഇച്ചിരി ഉഴപ്പാണ്. പക്ഷേ that's playing badminton till 9. Come back home, have now it's like lime. I have intermittent fasting kind of this thing also. That's only been 2 weeks. But then have lime juice with salt. Then after 1 more hour only have breakfast, which is the eggs and vegetables. And then go to office by 10:30, 11 only. So this is the time I typically go to office. I come back home by around 3:30. Okay. 3:30, 3:45. I start from home is 7 minutes away type, so it's very close. 3:45 I leave office. 4 o'clock to 5 I have gym. And then typically 5:30 to 7 or 7:30 I'll have some more sport. And Okay. at 7:30 at home. So life can be, family time can be better, but I spend okay time with family, but can probably be better. Okay, so you are like every day ഒരു നല്ല 4 മണിക്കൂറോളം kind of active ആണ്. Very important അല്ലേ? Interesting. Nice. Okay, next is about wealth. How do you maintain your finance? Do you invest in mutual funds or do you invest somewhere else? Or my kids have some investment in their names because of grandparents and stuff like grandmother and all that. So they have I think their college education is sorted, so that is okay. We had bought some properties and all that in the early stage of business for either investment or for some commercial buildings for our own use, one commercial building. But other than that, we don't have too much of personal wealth on a personal level. Some amount of, but the companies have some SIPs and we invest. Most of the wealth is currently linked to the businesses. But eventually, I think there will be, whatever salaries I take, I don't have any personal debt also. So I hardly have some very small amount for the house we are building. But otherwise, there's no debt. There's not too much savings. But I think slowly that will happen. But everyone around you has no debt and more of assets. So we have to just figure out proportion of assets moving to liquid assets soon. Okay, so where do you see are you ever planning to retire or something? What is your retirement look like? No, I don't think I would retire. I mean, unless of course health does not permit us to do stuff. So health span expand ചെയ്യാനുള്ള നമ്മൾ നോക്കുന്നത്. അപ്പം I don't think retirement is an option. I mean, things might change eventually, but today when you look at it, at least on the horizon, you don't think of retirement as an option. Because you're doing it for fun, you're not doing it for... Yes. Okay. Nice. അപ്പോൾ ഹെൽത്ത് വെൽത്ത് വെയിറ്റ് വൺ തിങ് വി ഫോർഗോട്ട് ടു ആസ്ക്. അവിടെ ഒരു ബെൻസ് കിടക്കുന്നുണ്ടല്ലോ. സോ യു ആർ എ ലക്ഷറി കാർ ഓണർ. സോ വാട്ട് അതർ കാർസ് യു ഹാവ്, ലൈക്ക് ഫെറാറി, പോർഷെ, വേറെ ഏതൊക്കെ ഉണ്ട്? വേറെ ഒന്നുമില്ല. ഇതൊരു ബെൻസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് 2009 ഒരു ഇൻഡിക്കയിൽ ഞാൻ രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സിയിൽ ട്രിവാൻഡ്രത്തേക്ക്. അത് കാറ് ആക്സിഡൻ്റായി ടോട്ടൽ ലോസായി. അപ്പോൾ ടോട്ടൽ ലോസ് ആയപ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ഇഞ്ചുറി ആയിരുന്നു എനിക്ക്. എന്നാൽ ICUയിൽ കയറ്റി. അങ്ങനെ ലൈഫ് ത്രെറ്റനിങ് ആണെന്ന് വെച്ചായിരുന്നു. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, ചെവിയിൽ നിന്ന് ചോര വന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് നൈറ്റ് ട്രാവലിംഗ് കട്ട് ചെയ്തു. അന്ന് നൈറ്റ് ട്രാവൽ ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ആണല്ലോ. 2009 വളരെ സ്റ്റാർട്ടപ്പ് ആണല്ലോ. നമ്മൾ പൈസ ലാഭിക്കുന്ന, സമയം ലാഭിക്കാൻ രാത്രി യാത്രയും. തിരുവനന്തപുരത്ത് ഓഫീസിൽ ഒരു പായല കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു DVD പ്ലെയർ ഉണ്ട് 5000 രൂപയുടെ എന്തോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സേഫ് കാർസിലേക്ക് പോയി തുടങ്ങി. അപ്പോൾ അന്നൊരു നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഹോണ്ട സിവിക്കാണ് 2010 മേടിച്ചത്. ആക്സിഡൻ്റ് 2 മാസം കഴിഞ്ഞിട്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ 2011 ആദ്യമായിട്ടൊരു BMW മേടിക്കുന്നത്. അത് സ്വന്തം പൈസ 26 വയസ്സിൽ മേടിച്ച് വീട്ടിൽ പറയാതെ അത് മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കാർ ഇപ്പോഴും ഉണ്ട്. 14 വർഷമായി. വൈഫ് അതിന് ഡബ്ബ കാർ എന്ന് വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് മതി. പിന്നെ 14 വർഷമായപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സിഗ്നൽ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇപ്പോൾ പോയി വണ്ടി മേടിച്ചത്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസാണ് നമ്മുടെ ഫ്ലീറ്റിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഓടുന്നത്. 10-60-70 വണ്ടി ഏത്തറും ഓൾട്ടിഗ്രീൻ ഓട്ടോയും ബജാജും എല്ലാം കൂടെ ആയിട്ടുണ്ട്. പ്ലസ് അല്ലാത്ത ട്രക്സ് മറ്റേ കമ്പഷൻ എഞ്ചിനും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ ഇലക്ട്രിക് കാർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് മേടിച്ചാണ്. നമ്മൾ ഇത്രയും കാർ പ്രാന്തോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കലൊന്നും ഇല്ല. But we have a few cars, but it's mostly functional. But yeah, sometimes if you buy something nice, but you try not to buy. So where do you spend the codical amount? Like, you know, I don't have so much money. where do you spend? Like, I mean, apart from car, and where and then you spend money on? I like to spend on the business, so I don't spend too much personally. I don't wear branded stuff, and you know, my phone is 5 years old. It's not charging too well now, so I need to probably change. You're carrying a charger, yeah. Yeah, so I need to figure out. That is because I didn't charge it, but that regular chargers that don't seem to be working now. I think it's 5 years, so it's probably time to change. Initially, sometimes you should change. നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് എല്ലാ ഐഫോൺ വരുമ്പോൾ പറയുന്നത്. ഇപ്പോൾ ഐഫോൺ 12 Pro ആണ്, മാക്സ് ആണ്. അതിപ്പോൾ ഇനി മാറ്റേണ്ടി വരും. പക്ഷേ എത്രത്തോളം പോകും അത്രയും പോകുന്ന രീതിയിലാണ്. അങ്ങനെ പേഴ്സണൽ സ്പെൻഡ് വളരെ കുറവാണ്. ഒരു കോയിൻ കളക്ഷൻ ഹോബി ഉണ്ട്. അതിനകത്ത് കുറച്ച് സ്പെൻഡ് ചെയ്യും, കുറച്ച് ഓപ്ഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ടിപ്പിക്കലി സ്പെൻഡ്സ് അങ്ങനെ കാര്യമായിട്ടില്ല. ബട്ട് ലേണിങ്ങിന് സ്പെൻഡ് ചെയ്യും. എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും. ഇപ്പം അത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിന് വേണ്ടി 5 lakh 10 lakhs ഒക്കെ വെച്ചിട്ട് എവറി 3-4 months ചിലപ്പോൾ അല്ലെങ്കിൽ 5-6 months സ്പെൻഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ 2019 ലണ്ടൻ ബിസിനസ് സ്കൂളിൽ പോയി. അതിനൊരു 5 day കോഴ്സ് ആയിരുന്നു. അതിന് നല്ലൊരു ലേണിംഗ് ആയിരുന്നു. കോഴ്സിന് വേണ്ടി പോകും. ഒരു YPO എന്നൊരു ഓർഗനൈസേഷനിൽ ഞാനുണ്ട്. അതിങ്ങനെ നമുക്ക് പല ലേണിംഗ്, അത് കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒരു നെറ്റ്വർക്കിങ്ങും ഒരു ഫോറം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് ലേണിങ്ങും ചാപ്റ്റർ, അങ്ങനെ പല ലേണിങ്സ് ഉണ്ട് എൻ്റെ അകത്ത് പല രീതിയിൽ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ പോയി, സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി കോപ്പൻഹേഗനിൽ പോയി, ഹാർവർഡിൻ്റെ ഒരു കോഴ്സ് 1 day ഇവിടെ ഉണ്ടായിരുന്നു, അതിന് പോയി. കഴിഞ്ഞ വർഷം കേംബ്രിഡ്ജിലൊരു 10 ദിവസം പോയി. 3 നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ സ്പീച്ച് കേട്ടു. എല്ലാം ബോറിംഗ് ആയിരുന്നു, കേട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ പല എക്സ്പീരിയൻസും എടുക്കും. അടുത്ത ആഴ്ച April 1st വീക്കിന് പാരീസിൽ പോവാണ്. അപ്പോൾ ഒരു 5-6 days കോഴ്സ്. There are professors from Harvard and London Business School and Stanford who are coming, and there will be people from all over the world, 130 people coming to learn. So you get peer-to-peer. So learning I spend. If you come to my office, you'll find thousands of books, of which maybe 60% are unread, because you rather have a lot of books to choose when you want to read. So I spend on learning and reading. That's the only thing I kind of spend on. I mean, ഈ ഒരു ഏജിലും you are spending time on reading, like educating yourself എന്നുള്ളത് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചില്ല, അങ്ങനെയല്ല, അത്രയും നമുക്ക് വാല്യൂ മനസ്സിലായില്ല. ഇപ്പോഴാണ് നോളജിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. അന്ന് നമ്മൾ പഠിക്കുന്നത് വേറെ മോട്ടിവേഷൻ വെച്ചിട്ടായിരിക്കും. ഇപ്പം പഠിക്കുന്ന ഒരു മോട്ടിവേഷനും ഇല്ലല്ലോ. യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു പ്രൂവ്. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പഠിച്ചത്, നമുക്ക് ChatGPT ഇട്ടിട്ട് ഒരു പേജായിട്ട് ആൻസർ കിട്ടുമല്ലോ, അതിൻ്റെ സിനോപ്സിസ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വർക്ക്സ് ലൈക്ക് ദാറ്റ് ഫോർ ദ ഗുഡ് ബുക്സ്. ദർ ആർ എ ലോട്ട് ഓഫ് ഷിറ്റി ബുക്സ് you shouldn't read after 10 pages. But the good books, I think you need to read it and absorb it while you read. So sometimes good fiction is also good. So for fun. Interesting. Health, wealth, relationships. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ I have 2 kids, Nitin and Rohan. Nitin is 9, Rohan is 5. Neena is my wife, Miriam. We all stay in Cochin, Vaitla. So she runs a brand called Sugar Boo Curls, which is a curly hair brand, which was started 2 years back. She's doing fine. Entrepreneur തന്നെയാണ്. She's an entrepreneur. She was buying this product. I little bit nudged her, and she was also interested in starting. And she's doing that company quite well. And the kids are in school. And yeah. How do you find the balance in spending family time in between other things? Nothing is ever a perfect balance. I don't think it really works that way. So we have to do what is optimal. And I mean, optimal in what you want to pursue. And you have to kind of figure out reasonable balance. Perfect balance doesn't exist in any spectrum, I feel. Like you can be in this side or that side, skewed towards one side, but perfect balance is a tough fight. I think we do reasonably okay. I try to travel as less as possible. These days, last 1 month, due to some reasons, I have to travel, but otherwise travel is very little. So spend few hours, but if you want to try and be really good in your field, then certain compromises have to be made. It's all relative. I think it's okay. Interesting. So what do you think is the purpose of the life you have figured out? Purpose, somehow you have to build a legacy is the idea. So you have to figure out how you can impact maximum people
where you can do. There might be people out there who might be impacting 400,000 people, but for me, it's like I am responsible for 450 families that work for us, like part of the families work for us, and how to be healthy and fit so that the business survives, and I am responsible for them in some sense that they have a continuity in job or stuff like that. I think that is one thing, and building that 400 to a few thousand, and need not go and do social charity outside to a lot of people. Figure out how to enable these people to move up from one bracket to the other bracket. I think that is more of something that we should do. Oh, that's I think one of the best answers to this question. Thank you so much. Thank you. So we'll probably wind off the conversation. Thank you, Rahul, for joining. Odipole. Thank you for joining the KPH podcast. Any last ending notes to the audience who are listening to this podcast? Anything you KPH audience? Yeah, I think I'm part of the group. Yes. So I think some people get so enamored by getting the perfect product out that they don't get the MVP out. So I think it is execution or getting product to market or go to market is little underrated in many cases. Yes. Not always. So get the product out and iterate when the product is in the market. Then there is nothing like a perfect product. What you think is a perfect product might not be the perfect product also. So velocity of iteration and launch is speed of launch is also important. I think in many cases people spend too much time on ideation and which is also good in certain cases, but I think intellectually going too much also doesn't help. Execution has a premium. Idea also is good, but ideas are cheap. Execution is not as easy as it looks. Interesting. So like execute fast, build fast and launch. Build fast and launch. If you're already doing it, it's fine. If you're not, so it might only appeal to a certain section of people, but if you're not, then please do launch fast. Okay, awesome. Thank you so much. And that's Rahul Maman. And thank you so much. Wait. സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡ് അല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8 കൊല്ലമായി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million of റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ and grow your product. KPH Hackathon.